أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيحسبون أن ما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. واستفرغ الدمع من عين قد امتلأت من المحارم والزم حمية الندم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു തആല നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാൻ കാരണമാകുന്ന മജ്ലിസായി നമ്മുടെ മജ്ലിസുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലോകം മുഴുക്കെ സൃഷ്ടിച്ച അല്ലാഹു ജല്ല ജലാലുഹു അഫില്ലാഹി ശക്കുൻ ഫാത്തിറിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, ആ അല്ലാഹുവിൽ ബുദ്ധിയുള്ള ചിന്തയുള്ള ഒരാൾക്കും സംശയത്തിന് അവകാശമില്ല. ഇവിടെ താനേ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. താനേ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേജ് താനേ ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല, കുറെ ആളുകൾ ഉണ്ടാക്കിയപ്പോണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കുറെ തെങ്ങും തൈയും കവുങ്ങും ഒക്കെ താനേ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകലില്ല. ആളുകളൊക്കെ നട്ട് മുളപ്പിച്ച് പൊടിപ്പിച്ച് അല്ലെങ്കിൽ വേറൊരു തെങ്ങിൽ നിന്ന് അതിൻ്റെ വിത്ത് വീണ് അങ്ങനെ കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല.
ഇനി നമ്മൾ ഏത് കാര്യം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അല്ലാഹുവിനെ അറിയിക്കുന്ന തെളിവുകൾ കാണാൻ കഴിയും. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. പടച്ചവനില്ല എന്ന് പറയുന്ന തീരെ ബുദ്ധിയില്ലാത്ത കക്ഷി. പക്ഷെ അവരുടെ ധാരണ ഞങ്ങൾ വലിയ ബുദ്ധിയുള്ളവരാണ് എന്നാണ്. അത് ഏത് അബദ്ധത്തിൽപ്പെടുന്നവനും അങ്ങനെയാണ്. നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികളില്ലേ, ആ കുട്ടികളുടെ ധാരണയിൽ അവർ ചിന്തിക്കുന്നതൊക്കെയാണ് ശരി. ബാപ്പയും അമ്മയൊക്കെ ചിന്തിക്കുന്ന അടുത്തിട്ട് ചെറിയ മക്കൾ അവരെ തീക്കൊള്ളി വലിക്കാൻ ബാപ്പയും ഉമ്മയും സമ്മതിക്കുന്നില്ല. അടുപ്പിന്റെ അടുത്ത് പോയി തീക്കൊള്ളി വലിക്കുമ്പോൾ വലിച്ചു കൊണ്ടുവരാണ്. അപ്പൊ ഈ കുട്ടികൾ ഇന്നലെ വിളിച്ച് കരയാണ്. കാരണം ഈ ബാപ്പാക്കും ഉമ്മാക്കും അക്രമമല്ലാതെ വേറൊന്നും അറിയില്ല. കാരണം ഞാൻ ഉമ്മ തീ വലിക്കുന്നുണ്ട്, അതുപോലെ ബാപ്പ തീ വെക്കുന്നതിന് പിന്നെ എന്തായിരിക്കും വെച്ചാൽ എന്നാണ് ആ കുട്ടിയുടെ ധാരണ. ആ കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ചെറിയ കുട്ടികൾ അങ്ങനെയാണ്. തീരെ ചെറിയ കുട്ടിക്കാലത്ത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ബുദ്ധിയില്ലാതിരിക്കുമ്പോൾ കാര്യം മനസ്സിലാവില്ല. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിവരമുള്ള ഡോക്ടർ ഒരാളുടെ രോഗം മനസ്സിലാക്കി ആ രോഗത്തിന് മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിക്കാൻ. കാരണം ആ മരുന്ന് വല്ലാത്ത കയ്പാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ ഫുഡിങ് അല്ല, മരുന്ന് എന്ന് പറഞ്ഞാൽ ഐസ് മുട്ടായി അല്ല, വല്ലാത്ത കയ്പുള്ള മരുന്ന്. അത് കൊടുക്കുമ്പോ ബുദ്ധിയും വിവരവും ഇല്ലാത്ത മനുഷ്യൻ ആ മരുന്ന് വലിച്ചെറിയാണ്. മാനസിക രോഗിയാൽ അങ്ങനെ അവൻ വലിച്ചെറിയും. കാരണം അവന്റെ രോഗം ഉണ്ട് എന്നുള്ള വിവരം തന്നെ ഇല്ല. രോഗത്തിന് ഇത് മരുന്നാണ് എന്നതും അവന് അറിയില്ല. അപ്പോൾ അവൻ മരുന്ന് വലിച്ചെറിയും. ബുദ്ധിയില്ലാത്തവൻ പാരത്രിക ലോകത്തിന് മഹത്വം കാണൂല. അവന്റെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കും പാരത്രിക ലോകം എന്ന് പറയുന്നത് അത് നസീഅത്താണ്, ഇത് നഖ്ദാണ് എന്ന് പറഞ്ഞാൽ ഇത് റൊക്കാണ്. ഇവിടെ റൊക്കം തന്നെ മനസ്സിലാവും. കേഷിന് കേഷ് കൊടുക്കുന്നില്ലേ? ഇവിടെ സാധനം വാങ്ങിയിട്ട് അപ്പൊ തന്നെ കേഷ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ നാട്ടിൽ റൊക്കം എന്നാണ് പറയാം. ഇവിടെ എന്താ പറയാ? അപ്പൊ തന്നെ സംഖ്യ കിട്ടുകയാണ്, റൊക്കാണ്. അതുപോലെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് റൊക്കാണ്. കാരണം ഇവിടുത്തെ ഇപ്പൊ തന്നെ കിട്ടുകയാണ് നമുക്ക്, സുഖല്ല ഇവിടെ തന്നെ കിട്ടുകയാണ്. പാരത്രിക ലോകം തന്നെ കടാണ്. പിന്നല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പൊ റൊക്കം കിട്ടുന്നതല്ലേ കടത്തേക്കാൾ നല്ലത് എന്ന് ശൈത്താൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും. വാസ്തവത്തിൽ കൂടുതൽ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. റൊക്കം ലഭിക്കുന്നത് കടത്തേക്കാൾ ഹൈറാണ് എന്ന് പറയുന്നത് രണ്ടും തുല്യമാകുമ്പോഴാണ്. അതായത് 10 റുപ്യ ഇന്ന് കിട്ടുന്നതും നാളെ കിട്ടുന്നതായിട്ട് ഇന്ന് കിട്ടുന്നതാണ് നല്ലത്. നേരെ മറിച്ച് ഇന്ന് 10 റുപ്യ കിട്ടുന്നതും നാളെ 10,000 റുപ്യ കിട്ടുന്നതായിട്ട് അതാ നല്ലത്. നാളത്തെ 10,000 നല്ലത്. കാരണം നാളെ കിട്ടുമ്പോൾ 10,000 കിട്ടും, ഇന്ന് 10 കിട്ടുള്ളൂ. അപ്പൊ ആ 10,000 നല്ലത് എന്ന് എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ടാണ് ചിലര് പറയും ഇവിടുത്തെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്ക് ഉറപ്പുള്ള സംഗതിയാണല്ലോ. ഇപ്പൊ ഇങ്ങനെ ജീവിച്ചു പോലല്ലേ. ആഖിറത്തിലെ സംശയമില്ല. നമുക്ക് സംശയമില്ല കേട്ടോ, മുഅ്മിനീങ്ങൾക്ക് സംശയമില്ല. സംശയമുള്ളവരെ പറ്റിയ പറയും. അവൻ സംശയമുള്ളതിന് ഈ ഉറപ്പുള്ളത് നഷ്ടപ്പെടുത്തിയാൻ പറ്റുമോ? അത് വേറൊരു യുക്തിവാദിയുടെ വാദമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ധാരാളം ആളുകൾ
തെങ്ങിന് വളം ചേർക്കുന്നുണ്ട്, കവുങ്ങിന് വളം ചേർക്കുന്നുണ്ട്. ഈ വളം ഇന്നിപ്പം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം അതുകൊണ്ട് വളം തെങ്ങിനിട്ടതുകൊണ്ട് നമുക്കെന്ത് കിട്ടാനാ? പക്ഷേ നമ്മളത് ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തെങ്ങിന്റെ മേലെ കൂടുതൽ തേങ്ങ കിട്ടുക എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത് നഷ്ടപ്പെടുത്തുന്നത്. ഒരാൾ കച്ചവടം ചെയ്യാണ്. കച്ചവടം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വലിയ സംഖ്യ ആ ബിസിനസ് നടത്തുന്ന കട ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി, അവിടെ ആ കട കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അതിനൊക്കെ വലിയ സംഖ്യ അവൻ ഇപ്പൊ നഷ്ടപ്പെടുത്തുകയാണ്. അതെന്തിനാ? ഭിന്ന ലാഭം എടുക്കാൻ, ഭിന്ന ലാഭം കിട്ടാൻ വേണ്ടി ഇപ്പൊ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നീട് ലാഭം വരുമെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെടുത്തുക എന്നതാണ് ബുദ്ധി. പിന്നീട് ആരോഗ്യം കിട്ടുമെങ്കിൽ ഇപ്പോൾ സഹിക്കുക, മരുന്നിന്റെ, ഓപ്പറേഷന്റെ, സൂചി വെക്കുന്നതിന്റെ ഒക്കെ വേദന സഹിക്കുക എന്നതാണ് ബുദ്ധി. കാരണം പിന്നീട് ആരോഗ്യം ലഭിക്കും. അതുപോലെ പിന്നീട് ലാഭം ലഭിക്കുമെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നതാണ് ബുദ്ധി. പക്ഷേ പെട്ടെന്നൊരാൾക്ക് തോന്നും പിന്നെ കിട്ടുന്നതിന് ഇപ്പൊ നഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്ന് തോന്നും. അത് ബുദ്ധികേടാണ്, അറിവുകേടാണ്. ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്ത കക്ഷികൾ അവർ അല്ലാഹുവിനെ അറിയാൻ കഴിയാത്തവരാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവനെ സംബന്ധിച്ച് സംശയോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പടച്ചവൻ ഇല്ലെന്ന് പറയുന്ന ഒരു ചെറിയൊരു ടീം അവർ മനസ്സിലാക്കി ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയാണ് ഏത് ബുദ്ധിയില്ലാത്തവരും തോന്നുന്നത് ഞാൻ വലിയ ബുദ്ധിയുള്ള ആളാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ വില കൽപ്പിക്കാതെ സ്വന്തമായി തന്നെ ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് മുഴുവൻ സ്ഥലങ്ങളിലും മുഴുവൻ വിഷയങ്ങളും തെളിവാണ്. അവർ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചിന്താശക്തി ഇല്ലാതെ പോയി. അങ്ങനെ അവരെന്ത് വിചാരിച്ചു? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോയിട്ട് പരാജയപ്പെടുത്തണം, പടച്ചവനില്ലാതെ സമർത്ഥിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അവര് ടീമായിട്ട് നല്ല ട്രെയിനഡ് ആയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നതാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ഇവര് പറഞ്ഞു, ഈ ലോകം മുഴുക്കെ സൃഷ്ടിച്ച പടച്ചവൻ ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ ചോദ്യം സ്വീകരിക്കാൻ എനിക്ക് സമയം ഇല്ല, ഞാൻ വേറെ ഒരു ചിന്തയിലാണ്. നിങ്ങൾ നേരത്തെ ടെലിഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ട് വന്നോന്നല്ലോ, ഇങ്ങനെ സംശയം ചോദിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് സമയം തരണോന്ന് തന്നെ വന്നിരുന്നല്ലോ, നിങ്ങളിങ്ങ് വന്നതല്ലേ, എന്നോട് ചോദിക്കാണ്ട് വന്നല്ലേ. ഞാനിപ്പോ വേറൊരു ചിന്തയിലാണ്. അപ്പൊ ഇവര് ചോദിച്ചു, എന്താണ്? എനിക്ക് ഉത്തരം കിട്ടാത്തൊരു മറുപടി, ഉത്തരം കിട്ടാത്തൊരു ചോദ്യം, അതിനെപ്പറ്റി ഞാനിങ്ങനെ ആലോചിക്കാണ്. അപ്പൊ ഇവര് ചോദിച്ചു, എന്താ ഞങ്ങൾ പറയാം, അതിന്റെ മറുപടി ഞങ്ങൾ പറയാം. എന്നാ ഞാൻ ചോദ്യം പറയട്ടെ എന്ന് ചോദിച്ചാ, ഈ കടലിന്റെ തീരത്ത് ചെന്ന് നോക്കുമ്പോ ഒരു വലിയ പടുകൂറ്റൻ കപ്പൽ, ആ കപ്പലിൽ താനേ ചരക്കുകൾ ഇങ്ങനെ കയറുന്നു, ആരും കയറ്റുന്നില്ല, താനേ ചരക്കിങ്ങനെ വന്ന് കപ്പലിൽ കയറുന്നു. അതുപോലെ ആ കപ്പൽ കൃത്യമായി പുറപ്പെടുന്നു. ആ കപ്പൽ കൃത്യമായി അത് എത്തേണ്ട സ്ഥലത്ത് ഈ കടലിലൂടെ യാത്ര ചെയ്ത് എത്തുന്നു. ഒരു മിനിറ്റ് പോലും തെറ്റാതെ കൃത്യമായി നടക്കുന്നു. ഈ കപ്പൽ അതിനാവശ്യമായ എല്ലാ വസ്തുക്കളും കപ്പലിൽ താനേ സംവിധാനിക്കപ്പെടുന്നു. അങ്ങനെ കൃത്യമായി നടക്കുന്ന ഈ കപ്പൽ, അതിന് ആ കപ്പൽ ഉണ്ടാക്കിയ ഒരാളും ഇല്ല,
ആ കപ്പൽ ഓട്ടുന്ന കപ്പിത്താനും ഇല്ല, ആ കപ്പലിന് വേണ്ടി പണിയെടുക്കുന്ന ഒരൊറ്റ ആളുമില്ല. കപ്പൽ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ദിവസേന പോവുകയും വരികയും ചെയ്തു. പേര് പറഞ്ഞ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കപ്പൽ ഉണ്ടാവില്ല. അപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുതജ്രി ലിബുസ്സംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. നിങ്ങൾ കാണുന്നില്ലേ, സൂര്യൻ വളരെ കൃത്യമായി ഉദിച്ചുയരുന്നു. ഒരു ദിവസവും നിശ്ചയിക്കപ്പെട്ട സമയം ലേറ്റ് ആകുന്നില്ല, ഒരിക്കലും ആഫ്റ്റർ ടൈമോ ബിഫോർ ടൈമോ ആകുന്നില്ല. അത് വളരെ കൃത്യമായി സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അതുപോലെ കൃത്യമായി ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഭൂമിയിലും ആകാശത്തിലും വളരെ കൃത്യമായി നടക്കുന്നു. അവകൾ തമ്മിലൊക്കെ വലിയ ബന്ധവും നമ്മൾ കാണുന്നു. ഇതെല്ലാം താനേ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ, താനേ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കപ്പൽ കടലിലൂടെ നീങ്ങണമെങ്കിൽ കപ്പൽ നിർമ്മിച്ചവൻ വേണം, കപ്പൽ ഓടിക്കുന്നവൻ വേണം, അതിന്റെ സംവിധാനം ഏർപ്പെടുത്തിയവൻ വേണം, അത് നിയന്ത്രിക്കുന്നവൻ വേണം. ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ ഈ ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും അതേ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ചെറിയ ഉറുമ്പുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ ഉറുമ്പുകൾ തന്നെ അത്ഭുതകരമാണ്. സുബ്ഹാനല്ലാഹ്, കുറെ ഉറുമ്പുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ചെറിയ ഉറുമ്പിന്റെ സമ്മേളനം. ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉറുമ്പുകൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് രണ്ട് ചിറകും വെച്ചാണ് വരുന്നത്. പിന്നെ അതിന്റെ പേര് മഴപ്പാറ്റാന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ല. അവിടെ അങ്ങനെ ഒരു ഡ്രസ്സ് ആരും കൊണ്ടുപോയി നേരത്തെ സ്റ്റോക്ക് ചെയ്തിട്ടുമില്ല. ഈ ഉറുമ്പ് തിരിച്ചു വരുമ്പോൾ ചിറകുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതുവരെ ആ ഉറുമ്പിന് കുറെ കാലം വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. ഡ്രസ് ഇട്ടതോടുകൂടി പിന്നീട് കൂടുതൽ സമയമില്ല. മഴപ്പാറ്റയുടെ ആയുസ് എന്നാണ് പേര്. അതോടുകൂടെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അതങ്ങ് നശിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയൊരു അത്ഭുതം കൊതു എന്ന് പറയുന്ന സാധനം വന്ന് മനുഷ്യന്റെ ശരീരത്തിൽ വന്ന് ഇറങ്ങുന്നു. ആ ഇറങ്ങിയ കൊതു, സുബ്ഹാനല്ലാഹ്, നമ്മളെ JCBയുടെ കാലൊക്കെ ഉണ്ടല്ലോ, ആ JCBയുടെ കാല് പണിയെടുക്കുന്നതിന് മുമ്പൊന്ന് ഉറപ്പിച്ചു നിർത്തും. അതിനേക്കാൾ ഭംഗിയായി മനുഷ്യന്റെ ശരീരത്തിൽ ഈ കൊതു അതിന്റെ കാലുറപ്പിച്ചു നിൽക്കുന്നു. അതിനുശേഷം ആ കൊതുമെല്ലെ അതിന്റെ സൂചി എടുത്ത് മനുഷ്യന്റെ നല്ല ശക്തിയുള്ള തോലുണ്ടല്ലോ, ആ തോലിന്റെ മേലെ അതിന്റെ സൂചി കുത്തുന്നു, രക്തം വലിച്ചെടുക്കുന്നു. പക്ഷേ ഈ കൊതുകിനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രക്തം ഇങ്ങനെ കയറിപ്പോകാനുള്ള ദ്വാരമൊന്നും എവിടെയും കാണാനില്ല. അതിന് മാത്രം ഒരു ദ്വാരം ഇല്ല. ഈ കുത്തുന്ന സാധനമാണെങ്കിലോ ഇരുമ്പിന്റേതല്ല, അലൂമിനിയത്തിന്റേതല്ല, അത്ര വലിയ മൂർച്ചയുള്ള സാധനമൊന്നുമല്ല. പക്ഷേ അത് ശരിക്കും കുത്തിയിട്ട് രക്തം ഊറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത് നന്നായി കടിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വലിയ ബഹുമാനമുള്ള മനുഷ്യനാണ്. പക്ഷെ അവൻ കാണുന്നത് കടിക്കുമ്പോഴാണ്. മൂപ്പര ശരീരത്തിൽ വന്ന് വീണിട്ട് പോലും വിവരം അറിഞ്ഞിട്ടില്ല. കടി നന്നായി കിട്ടിയപ്പോൾ വിവരം അറിഞ്ഞു. അപ്പൊ മൂപ്പരൊരടി കൊടുത്തു. അടിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അപഹരിച്ച രക്തം മുഴുവനും അതാ അവിടെ തന്നെ പതിഞ്ഞു കാണുന്നു.
ഈ കൊതുവിന്റെ കാര്യം തന്നെ വലിയ അത്ഭുതമല്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ ഏത് കാര്യം എടുത്തോളൂ, മുഴുവനും അത്ഭുതമല്ലേ? നല്ല ഒരു മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം, അത് തിന്നാൻ വേണ്ടി നിങ്ങൾക്ക് തന്നു. നിങ്ങളത് തിന്നാൽ നിങ്ങളെ പല്ല് ബാക്കി ഉണ്ടാവൂല, നിങ്ങളെ തൊള്ള മുറിഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്കത് തിന്നാൻ കഴിയില്ല. ഉണക്ക് മരക്കഷ്ണമാണ്. അതേ സമയത്ത് അതേ മരക്കഷ്ണം തിന്നുകൊണ്ട് ജീവിക്കുന്നു ഒരു ജീവി. അതിന്റെ ഭക്ഷണം എന്താണ്? ഉണങ്ങിയ മരക്കഷ്ണമാണ്. സുബ്ഹാനല്ലാഹ്. വലിയ ഒരു മരക്കഷ്ണം വിട്ടുകൊടുത്തു അവിടെ നിലത്ത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ മുഴുവനും മണ്ണായി പോയി. ആരാ തിന്നത്? ചെറിയ ഉറുമ്പാണ്, ചെതലുറുമ്പ്. സുബ്ഹാനല്ലാഹ്. ഈ മരക്കഷ്ണം കടിച്ചു മുറിക്കാൻ മാത്രം ശക്തിയുള്ള പല്ല് ഈ ഉറുമ്പിനെവിടെ എന്ന് പരിശോധിക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉറുമ്പിനെ എങ്ങോട്ട് പിടിച്ചാലോ, ഈ ഉറുമ്പിനെ പിടിച്ചു നോക്കിയാൽ അപ്പോഴേക്ക് ചത്തുപോയി. നമ്മുടെ ഒരു പല്ലിന്റെ ഒരു 100-1 തൂക്കമില്ലാത്ത ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന്റെ പല്ലുകൊണ്ട് ആ മരം മുഴുവനും തിന്ന് തീർത്തിരിക്കുന്നു. നല്ല ശക്തിയുള്ള പല്ലുള്ള നമുക്ക് മരം കടിച്ചു മുറിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിലൊന്നും യാതൊരു പ്രവർത്തനവും ഇല്ലാതെ, ഒരു ശക്തിയുള്ളവന്റെ പ്രവർത്തനമില്ലാതെ താനേ സംവിധാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ അംഗീകരിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, അതിന്റെ അവസാനം പറഞ്ഞില്ലേ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ നിളാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഒരു ധിക്കാരിയായ മനുഷ്യൻ ഉണങ്ങിയ ഒരു എല്ലെടുത്തു, ദ്രവിച്ച ഒരെല്ലെടുത്തു. ആ എല്ല് പിടിച്ചിങ്ങനെ ഞെക്കിയിട്ട് പൊടിപൊടിയായ എല്ലങ്ങോട്ട് വീണുപോയി. ദ്രവിച്ച എല്ല് പൊടിപൊടിയായി വീഴുമ്പോൾ ഇവൻ ചോദിക്കുകയാണ്, ഇതിനെ ആർക്കാണ് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുക? ഇങ്ങനെ പൊടിപൊടിയായി വീഴുന്ന വസ്തുവിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അല്ലാഹു പറയാണ്, ഖുൽ പറയൂ നബിയേ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ. അതിനാദ്യം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുത്തനില്ലേ, അവൻ തന്നെയാണ് അതിനെ ജീവിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. അത്ഭുതമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷം പങ്കിടുന്ന സമയം, ആ സമയത്ത് ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ബീജം, സുബ്ഹാനല്ലാഹ്, അത് വളരെ ചെറുതാണ്. ഒരിന്ദ്രിയ തുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ നിന്നുള്ളൊരു ചെറിയ അംശമാണ്. ആ ചെറിയ അംശം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല. നമ്മളെ കൊറോണ വൈറസ് ഉണ്ടല്ലോ, ആ കൊറോണ വൈറസ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. പക്ഷേ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, അത്രയും ചെറുതാണ്. പക്ഷേ അതുണ്ടാക്കിയ നാശം പറയാനില്ല. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. തെറ്റ് ചെയ്യുന്ന ആളുകൾ തെറ്റുകളിൽ നിന്ന് മടങ്ങി നന്നാകാൻ വേണ്ടി വലിയ ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് നമ്മൾ ചില ഡോസ് കൊടുക്കും, നമ്മൾ ചില ശിക്ഷകൾ കൊടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സജദയിൽ. ആ സൂറത്തു സജദയിൽ പറഞ്ഞതുപോലെ ഈ ഭൂമി ലോകത്ത് വെച്ച് ധാരാളം തമ്മാടിത്തം ചെയ്യുന്ന ജനങ്ങൾ ഉണ്ടായപ്പോൾ, അക്രമകാരികൾ ഉണ്ടായപ്പോൾ, സ്വന്തം അച്ഛനെയും അമ്മയെയും ബാപ്പയെയും ഉമ്മയെയും ചീത്ത വിളിക്കുന്നവരും തല്ലുന്നവരും കൊല്ലുന്നവരും ഉണ്ടായപ്പോൾ, അതേ മദ്യപാനികൾ ഉണ്ടായപ്പോൾ, വ്യഭിചാരികൾ ഉണ്ടായപ്പോൾ, വട്ടി വാങ്ങുന്നവരുണ്ടായപ്പോൾ, ഹറാമും ഹലാലും നോക്കാതെ ബിസിനസ് നടത്തുന്നവരുണ്ടായപ്പോൾ, ചെയിൻ ബിസിനസിന്റെ പേരിൽ പലരുടെയും സംഖ്യ തട്ടിപ്പറിക്കുന്ന പല തട്ടിപ്പുകാരും വന്നപ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്നവരും ഹറാമും ഹലാലും നോക്കാതെ സുഖം അനുഭവിക്കുന്നവരും അല്ലാഹു പൊരുത്തപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്നവരും സ്വന്തം അയൽവാസികളുമായി
പിണങ്ങുന്നവരും സ്വന്തം കുടുംബവുമായി തെറ്റി ജീവിക്കുന്നവരും ചെറിയവരോട് കാരുണ്യമില്ലാത്തവരും വലിയവരോട് ബഹുമാനമില്ലാത്തവരും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരും സയ്യിദന്മാരെ നിന്ദിക്കുന്നവരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഔലിയാക്കളെ കുറ്റം പറയുന്നവരും എന്തിനധികം പറയണം? നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ മാത്രമുള്ള നാടാണെന്ന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പിന്നെ അഹങ്കാരം പറയണോ? സുബ്ഹാനല്ലാഹ്, സലഫികളുടെ അൽമനാർ 2010 ജൂലൈ മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സലഫിയുടെ നേതാവ് എഴുതിയത് എന്താണ്? എഴുതിയത് സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും ചില നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്, നബി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള അഹങ്കാരികൾ, ഈ രൂപത്തിലുള്ള അവിശ്വാസികൾ, ഹബീബായ നബി തങ്ങളെ വിശ്വസിക്കാത്തവർ, ഞാൻ ചോദിക്കട്ടെ, ഹബീബായ നബി തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് ഇവൻ പറയാൻ ഇവൻ അല്ലാഹു തആല പറഞ്ഞേച്ച മറ്റൊരു നബിയാണോ അല്ല മലക്കാണോ? ഇവനത് പറയാൻ എന്താണ് അധികാരം? നബി തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് പറയാൻ ഇവൻ ആരാണ്? അത് അവൻ ചിന്തിച്ചിട്ടില്ല. അവന്റെ അഹങ്കാരമാണ്, അവന്റെ അഹംഭാവമാണ്. അവൻ ഹബീബ് നബി തങ്ങൾക്ക് പിഴവ് പറ്റിയതാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നതോ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞേച്ച അല്ലാഹു പറയുമ്പോ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ സ്വീകരിക്കാതെ സലഫി പറയുന്നു മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ വിധത്തിലുള്ള തോന്നിവാസികളും അവിശ്വാസികളും ഒക്കെ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല സ്വന്തം ബാപ്പ ഉമ്മയെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുന്ന മക്കളും സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന ഭർത്താക്കന്മാരും സ്വന്തം ഭർത്താവിനെ അതാ നോക്കുകുത്തിയായി നിർത്തിയിട്ട് ആ ഭർത്താവ് നിർമ്മിച്ചു കൊടുത്ത വീട്ടിലേക്ക് അന്യപുരുഷന്മാരെ ക്ഷണിച്ച് കൊണ്ടുവരുന്നവരും ഭർത്താവ് കൊടുത്ത ടെലിഫോൺ ഉപയോഗിച്ച് അന്യപുരുഷന്മാരെ വിളിച്ച് ചാറ്റ് ചെയ്യുന്നവരും അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നവരും ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നവരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഭർത്താവിനോട് അനീതി ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകളും അതേപോലെ തന്നെ അന്യ സ്ത്രീയെ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന, അന്യ സ്ത്രീയെ വിളിച്ച് ശല്യം ചെയ്യുന്ന ചെറുപ്പക്കാരും യുവാക്കളും സുബ്ഹാനല്ലാഹ് സ്വന്തം ഭാര്യയെ അതാ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരും. ഒന്നുകൂടി പറയട്ടെ, പരിശുദ്ധ ഖുർആൻ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. അവരെ ചീത്ത വിളിക്കരുത്, അവരെ ബാപ്പയെ പറയരുത്, അവരെ ഉമ്മയെ പറയരുത്, അവരെ ആങ്ങളെ അവരുടെ മുന്നിൽ വെച്ച് വഷളാക്കരുത്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഭർത്താവ് പറയരുത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് വളരെ നല്ല നിലയ്ക്ക് പെരുമാറണം. അവർക്ക് സന്തോഷം കൊടുക്കാൻ ഭർത്താവല്ലാതെ അവർക്ക് വേറെ ആരുണ്ട്? അവർക്ക് ചെലവ് കൊടുക്കാൻ ഭർത്താവല്ലാതെ വേറെ ആരുണ്ട്? അവർക്ക് നല്ലത് കേൾക്കാൻ ഭർത്താവല്ലാതെ ആരുണ്ട്? ആകയാൽ ഈ പെണ്ണിന് സർവ്വസമാധാനവും സ്നേഹവും കൊടുക്കേണ്ട ഭർത്താവ് ഭാര്യയെ ശല്യം ചെയ്യുന്നവനായാൽ സ്വന്തം അയൽവാസിയോട് വലിയ കടപ്പാടാണ്, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും. എന്നാൽ സ്വന്തം അയൽവാസിയെ ശല്യം ചെയ്യുന്ന ജനങ്ങളായാൽ കുടുംബബന്ധം ചേർക്കൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കുടുംബത്തിൽ
വർഗത്തിൽപ്പെട്ടവർ തമ്മിൽ മിണ്ടാതെയായാൽ, ഇങ്ങനെ തെറ്റുകൾ ധാരാളം ചെയ്യുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ശിക്ഷ ഇറക്കും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. തെറ്റുകളിൽ നിന്ന് മടങ്ങി നന്നാകാനാണ്. അങ്ങനെയുള്ളൊരു വലിയ ശിക്ഷ കൊറോണ വൈറസ്. ആ ശിക്ഷ വന്നപ്പോൾ ആ വൈറസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത്രയും ചെറുതാണ്. പക്ഷേ അതിന്റെ ശക്തി വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, ആ വൈറസ് അത് ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്ക് കൂടി അവരുമായി കൂടിപ്പെരുമാറുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ്, എല്ലാവരും ദൂരെ ദൂരെ ദൂരെ. മറ്റേക്ക് കൊറോണ ഉണ്ടായിട്ടല്ല, കൊറോണ ഉണ്ടോ സംശയിച്ചിട്ട്. ഇപ്പുറത്തുള്ള കൊറോണ ഉണ്ടായിട്ടില്ല, കൊറോണ സംശയിച്ചിട്ട്. എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന സലഫിയ ആശയമുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയമുണ്ടല്ലോ, ജമാഅത്ത് അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമുണ്ടല്ലോ, വ്യാജത്വരീക്കത്തിന്റെ ആശയങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തീവ്രവാദം ഭീകരവാദത്തിന്റെ ഒക്കെ ആശയങ്ങളുണ്ടല്ലോ. അത്തരം ആശയങ്ങൾ, സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളുള്ള ആളുകളുമായി സോഷ്യൽ ഡിസ്റ്റൻസ് വേണം. അവരായിട്ട് അടുക്കാൻ പാടില്ല. കാരണം ആ രോഗമെങ്ങാനും നമ്മളെ ഈമാന് പറ്റിയാൽ, ആ രോഗമെങ്ങാനും നമുക്ക് പകർന്നാൽ നമ്മുടെ ശരീരമല്ല തകരുന്നത്, ഈമാനാണ് തകരുന്നത്. അത് പരിഹരിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും. നമ്മൾ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും പരിഹസിക്കുന്നവരും ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമായ ആളുകളെ കണ്ടാൽ, അള്ളാഹുണ്ടോന്ന് സംശയിപ്പിക്കുന്ന യുക്തിവാദിയെ കണ്ടാൽ, നിരീശ്വരവാദിയെ കണ്ടാൽ, മതവിരോധിയെ കണ്ടാൽ, അതുപോലെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നവരെ കണ്ടാൽ, ഇസ്ലാമിൽ പുത്തൻവാദം കൊണ്ടുവരുന്നവരെ കണ്ടാൽ, അള്ളാഹ് പറയാണ് ഫഅഅരിദ് അൻഹും, തിരിഞ്ഞു കളയണം. ആ വഴിക്ക് പോകാൻ പാടില്ല, അവനുള്ള ഭാഗത്തേ പോകാൻ പാടില്ല. ഫഅഅരിദ് അൻഹും, തിരിഞ്ഞു കളയണം. വഇമ്മാ യുൻസിനക ശൈത്താനു, ഇനി ശൈത്താൻ നിനക്ക് മറതി കൊണ്ടുവന്ന് തന്നു, അങ്ങനെ നീ ആ പുത്തൻവാദിയുടെ കൂടെ, സലഫിന്റെ കൂടെ, ജമാഅത്തുകാരന്റെ കൂടെ, തബ്ലീഗുകാരന്റെ കൂടെ, തീവ്രവാദിയുടെ കൂടെ, അല്ലെങ്കിൽ അതാ വർഗീയവാദിയുടെ കൂടെ, അല്ലെങ്കിൽ യുക്തിവാദിയുടെ കൂടെ നീ ഇരുന്നു പോയാൽ, മറന്നിട്ട് ഇരുന്നു പോയാൽ, ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ടിരുന്നു പോയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ കൂടെ ഇരുന്നു പോയാൽ, ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അവരൊക്കെ അക്രമികളാണ്. അവരുടെ കൂടെ ഓർമ്മ വന്നാൽ ഒരു സെക്കൻഡും ഇരിക്കാൻ പാടില്ല. കാരണം ആ രോഗം നിനക്കും പകർന്നാലോ. അപ്പൊ കോവിഡിനെക്കാളൊക്കെ ഗൗരവമുള്ള രോഗമാണ് ഈമാൻ തെറ്റിച്ചു കളയുന്ന രോഗം. അത്തരത്തിലുള്ള രോഗമുള്ള കക്ഷികളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നത്. അബൂ ഹനീഫ തങ്ങൾക്ക് സംശയമുണ്ടാക്കാനാണ് വരുന്നത്. വന്നിട്ടാണ് ചോദിക്കുന്നത്, ഈ ലോകം സൃഷ്ടിച്ച പടച്ചവനുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഞാൻ മറ്റൊരു വിഷയത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ആൻസർ കിട്ടിയിട്ടേ നിങ്ങളെ ചോദ്യം എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്നോട് സമയം വാങ്ങിയിട്ട് വന്നതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്കതിന്റെ മറുപടി കിട്ടേണ്ട ചിന്തയിലാണ്. അപ്പോഴാണ് അവരെന്താണ് സംശയം എന്ന് ചോദിച്ചത്. ഈ കപ്പൽ, കടലിലുള്ള ഒരു കപ്പൽ, അത് നിയന്ത്രിക്കാൻ ആരുമില്ലാതെ, അത് നിർമ്മിക്കാൻ ആരുമില്ലാതെ താനേ കപ്പൽ ഉണ്ടാകുന്നു. ആ കപ്പൽ താനേ ചരക്കുകൾ കയറുന്നു, ഇറങ്ങുന്നു. ആ കപ്പൽ താനേ പുറപ്പെടുന്നു, സമയമൊന്നും തെറ്റുന്നില്ല. ഇത്ര കൃത്യമായി ഇങ്ങനെ ഒരു കപ്പൽ പോകുന്നത് കണ്ടപ്പോ ഇതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയാണെന്ന് പറയുമ്പോ അവര് പറയാണ്, ലാ യഖൂലു ആഖിലുൻ, ഒരു ബുദ്ധിയുള്ളവൻ അങ്ങനെ ഒരു സംഭവം നടക്കൂന്ന് പറയൂല. അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, പിന്നെ ഒരു ബുദ്ധിയുള്ളവൻ ഈ ആകാശഭൂമികളൊക്കെ ഇത്രയും കൃത്യമായി അതിന്റെ പിന്നിൽ ഒരു ശക്തിയുള്ളവന്റെ പ്രവർത്തനമില്ലാതെ നടക്കുമെന്ന് അതാ ബുദ്ധിയുള്ളവന് പറയാനൊക്കുമോ?
ഭൂമിയിലുള്ളതെല്ലാം അത്ഭുതങ്ങളാണ്. അതിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഇന്ദ്രിയത്തുള്ളിയുടെ ഒരു ലക്ഷത്തിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരു ചെറിയൊരു അംശം, ആ അംശം മുഖേന അല്ലാഹു തആല അതേ പെണ്ണിന്റെയും പുരുഷന്റെയും പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും അത് രണ്ടും സങ്കലനം നടത്തിയിട്ട് കുട്ടി ജനിക്കുകയാണ്. അതുണ്ടാകാൻ ഇവിടെ തന്നെ ഞാൻ വന്നപ്പോൾ പലരും കുട്ടിയില്ലാത്തത് കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കളില്ലാത്തവർ അല്ലാഹുവേ അവർക്കൊക്കെയും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഭാര്യയുമായി മക്കൾ ഉണ്ടാകണം എന്ന നിലക്ക് ബന്ധപ്പെടുന്നവർ അവർ ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടായ ദിവസം മുതൽക്ക് കൂട്ടിയിട്ട് ഏകദേശം ആ സ്ത്രീ ചിലപ്പോൾ 6 ദിവസം മെൻസസ് ഉള്ളവളാകാം, ചിലപ്പോൾ 7 ദിവസം മെൻസസ് ഉള്ളവരാകാം, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് മെൻസസ് നിൽക്കുന്ന സ്ത്രീകളാകാം. സ്ത്രീകളുടെ മെൻസസിന്റെ ഏറ്റവും ചെറിയ പീരീഡ് 1 ദിവസമാണ്, 24 മണിക്കൂറാണ്. അത് സാധാരണ നിലക്ക് 6-7 ദിവസമാണ്, കൂടിയാൽ 15 ദിവസമാണെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ 15 കഴിഞ്ഞിട്ടും സ്ത്രീകൾ രക്തം കാണുന്നുവെങ്കിൽ അത് മെൻസസ് അല്ല, രോഗസംബന്ധമായതാണ്. അപ്പോൾ അവർ നിസ്കരിക്കണം. ആ 15 ശേഷമുള്ള ദിവസങ്ങൾ മെൻസസ് കണ്ടാലും അവർ രക്തം കണ്ടാലും അത് മെൻസസ് ആയി കാണരുത്, അവർ നിസ്കരിക്കണം, അവർ കുളിക്കണം, നിസ്കരിക്കണം. അതുപോലെ എല്ലാ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും പ്രത്യേകമായി അവർ വുളൂഎടുക്കണം. അതേ, കാരണം അവരുടെ വുളു മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തം പോകുന്ന സ്ഥലത്ത് പരുത്തിയും മറ്റും വെച്ച് നന്നായി ഭദ്രമായി കെട്ടണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിയമമുണ്ടല്ലോ. അത് 15 ദിവസം കഴിഞ്ഞ് പിന്നെയും നടക്കുന്നുവെങ്കിലാണ് സമയമായതിനു ശേഷം തന്നെയാകണം വുളു എടുക്കുന്നത്. അവർ 15 ദിവസമായാൽ കുളിച്ച് വൃത്തിയാകണം. കാരണം ഹൈദ് വരുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകൂല. 1 ദിവസത്തിൽ കുറവാണെങ്കിലും അതുപോലെ തന്നെ മെൻസസ് അല്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ആ മെൻസസിന്റെ പീരീഡിനിടയിൽ ചില ശുദ്ധികൾ ഉണ്ടാകും. ഉദാഹരണത്തിന് 3 ദിവസം രക്തം കണ്ടു, പിന്നെ 2 ദിവസം കണ്ടില്ല, 5-ാമത്തെ ദിവസം വീണ്ടും കണ്ടു. അങ്ങനെ വന്നാൽ ഇടയ്ക്കുള്ള ശുദ്ധിയും കൂടി മെൻസസിൽ പെട്ടതാണ്. അതും കൂടി നിസ്കാരം ആവശ്യമില്ലാത്ത സമയമാണ്. അവര് ശുദ്ധിയായിട്ടില്ല, അത് ബാഹ്യമായ ശുദ്ധിയാണ്, അവരുടെ മെൻസസ് നിന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള മസ്അലകളൊക്കെ നിങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അറിയാത്തവർ ചോദിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. പഠിച്ചാലല്ലേ ഒരു മനുഷ്യന് അവന്റെ കർമ്മങ്ങൾ നല്ല നിലക്ക് നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു മെൻസസ് ആരംഭിച്ച ദിവസം മുതൽക്ക് ഒരു 13 ദിവസം അങ്ങനെ ആകുമ്പോ അവിടുന്ന് അങ്ങോട്ടൊരു 4-5 ദിവസം തുടർച്ചയായി ഭാര്യയുമായി ബന്ധപ്പെടുന്ന വ്യക്തിക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം ആ സമയത്താണ് രണ്ടും കൂടി സങ്കലനം നടത്താനുള്ള ചാൻസ് ലഭിക്കുന്നതെന്ന് ഡോക്ടർമാര്, വൈദ്യന്മാര്, വിവരമുള്ളവര് പറയുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് മക്കളില്ലാതിരിക്കാനുള്ള കാരണം അവര് അവരുടെ നാട്ടിൽ ഭാര്യയുമായി കൂടി ജീവിക്കുന്നത് ഈ പറഞ്ഞ 5-6 ദിവസം തീരെ നാട്ടിലുണ്ടാവൂല, മറ്റുള്ള സമയമൊക്കെ നാട്ടിലുണ്ടാകും. ഞാൻ ഒന്നിച്ചിട്ട് ജീവിച്ചിട്ടും മക്കളുണ്ടായില്ല എന്ന് ചിലർ കംപ്ലൈന്റ് പറയും. അവര് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഒരാൾക്ക് കുട്ടിയെ കൊടുക്കാൻ തീരുമാനിച്ചാൽ കുട്ടി ലഭിക്കും. അല്ലാഹു നിശ്ചയിച്ചതെല്ലാം ഇവിടെ നടക്കും, നിശ്ചയിക്കാത്തതൊന്നും നടക്കൂല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതുവരെ അത്ര വലിയ വിഷമൊന്നായിരിക്കും ഉണ്ടാവില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് ഏത് കാര്യവും നടക്കും. അതിനു മുമ്പ് നടക്കൂല, അതിന്റെ ശേഷവും നടക്കൂല. ലോകത്തൊരു കാര്യവും അല്ലാഹു തീരുമാനിക്കാത്തത് നടക്കൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാത്തതുണ്ടാകൂല.
അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. നമ്മളൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചിരിക്കണം. ഞാനിവിടെ പ്രസംഗിക്കണമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ പ്രസംഗിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കണം. അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കൂല. ഞാൻ ഉദ്ദേശിച്ചാൽ കാര്യം നടക്കൂല. അള്ളാഹു തആല അത് നടക്കണം എന്ന് ഉദ്ദേശിച്ചാലേ കാര്യം നടക്കുള്ളൂ, അല്ലേ നടക്കൂല. അതുകൊണ്ടല്ലേ ചിലര് എഴുന്നേൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ചിലര് കൈ പൊക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, കൈ പൊങ്ങുന്നില്ല. ചിലര് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല. ചിലര് കേൾക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, കാതുണ്ട് പക്ഷേ കേൾക്കുന്നില്ല. ചിലർക്ക് കണ്ണുണ്ട് പക്ഷേ കാണുന്നില്ല. ചിലർക്കതാ ബ്രെയിനുണ്ട് പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചേ ഇവിടെ ഉണ്ടാകുള്ളൂ, അല്ലാത്തത് ഉണ്ടാകൂല. വലിയ ലാഭം കിട്ടണമെന്ന് ഉദ്ദേശിച്ചാണ് ബിസിനസ് തുടങ്ങിയത്. പക്ഷേ മുതലടക്കം നഷ്ടമായി പോയി. കാരണം ഉദ്ദേശിച്ചത് നടന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് നടന്നു, അവൻ ഉദ്ദേശിച്ചത് നടന്നില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല. ഇവിടെ അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു വല്ലാതെ ആരാധനക്കർഹനില്ല. ലഹുൽ മുൽക്കു അവന് മാത്രമാണ് അധികാരം. വലഹുൽ ഹംദു അവന് തന്നെയാണ് സർവസ്തുതിയും. യുഹ്യീ വയുമീത് അവൻ ജീവിപ്പിക്കുന്നവനുമാണ് മരിപ്പിക്കുന്നവനുമാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരികളെ, കുട്ടികളെ, നിങ്ങൾ കൃത്യമായി സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ഒരു 10 തവണ ചൊല്ലണേ. അതിന് വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിന്റെ ശേഷം ഒരു 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. 7 പ്രാവശ്യം ആ ദിക്റും ചൊല്ലണേ. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇരുന്നോളൂ, ഞാൻ പറഞ്ഞു വന്നത് സർവാധികാരമുള്ള രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹുൽ മുൽക്ക് അവന് മാത്രമാണ് അധികാരം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന അധികാരം അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കൊടുക്കും. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന അധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അത് പല അധികാരങ്ങളും ഉണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അധികാരമുണ്ട്, അതുപോലെ രാജാക്കന്മാർക്ക് അവരധികാരമുണ്ട്, അതുപോലെ എംപിക്ക്, എംഎൽഎക്ക്, പഞ്ചായത്ത് പ്രസിഡന്റിന്, പഞ്ചായത്ത് സെക്രട്ടറിക്ക്, അതുപോലെ ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ട്. അള്ളാഹു കൊടുക്കുന്ന അധികാരം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൊടുക്കുന്ന സമയത്തുണ്ടാവും. എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ദിവസം അധികാരത്തിലുള്ളവരെ അള്ളാഹു തആല നാളെ മുതൽക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഉണ്ടാവില്ല. മറ്റന്നാൾ കൊടുക്കാൻ വിചാരിച്ചാൽ ഉണ്ടാവും. അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ഇവിടെ നടക്കുമല്ല, അതൊന്നും നടക്കൂല. എല്ലാം അവന്റെ ഉദ്ദേശപ്രകാരം മാത്രം, അവന്റെ ഉദ്ദേശപ്രകാരം മാത്രം. മംഗലാപുരത്ത് വലിയൊരു പ്ലെയിൻ അപകടമുണ്ടായി. പ്ലെയിന് തകർന്നുപോയി, കത്തിക്കരിഞ്ഞുപോയി. ആളുകൾ എത്രയോ കത്തിക്കരിഞ്ഞുപോയി. അതിൽ മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ശുഹദാക്കളുടെ പ്രതിഫലം നൽകട്ടെ. എന്നാൽ
ആ പ്ലെയിനിൽ നിന്ന് യാതൊരു അപകടവും കൂടാതെ 1-2 ആളുകൾ പുറത്തു വന്നു. അല്ലാഹു തആല അവർക്കപ്പോൾ സമയം നിശ്ചയിച്ചിട്ടില്ല. അവർ പുറത്തു വന്നു. അവൻ തീരുമാനിച്ചത് നടക്കും. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൻ പറയാണ് ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. മനുഷ്യനെ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്, സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഈ ഭർത്താവിന്റെയും ഭാര്യയുടെയും അണ്ടവും ബീജവും തമ്മിൽ സങ്കലനം നടത്തി അവിടുന്ന് അങ്ങോട്ട് കുട്ടിയുടെ ജന്മത്തിന് കാരണമാകാൻ കുട്ടി ഇങ്ങനെ ഒരു ഭദ്രമായ സ്ഥലത്ത് വളരുകയാണ്. ആ സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ 2-3 ദിവസം വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ തലയടക്കം മുക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങളൊരു കോലം വെച്ച് കിടന്നാലും ജലദോഷം പിടിച്ചിട്ട് നൂർത്തിണ്ടാവില്ല. പക്ഷേ ഏകദേശം 10 മാസത്തോളം ആ വെറും ചളിവെള്ളം പോലെയുള്ള സ്ഥലത്ത്, തീരെ വൃത്തിയില്ലാത്ത സ്ഥലത്ത്, ആ വെള്ളം പോലത്തെ സ്ഥലത്ത് കൂടിയിട്ട് ഒരു ജലദോഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ടില്ല. ആർക്കും തുമ്മിയിട്ടുമില്ല, വരച്ചിട്ടുമില്ല. അതിൻ്റെ ഉള്ളിൽ വളരെ ഭദ്രമായിരുന്നു. അവിടെ ആവശ്യമുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തു, ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല കൊടുത്തു. ആ ചെറിയ വസ്തു ഉണ്ടല്ലോ, അതിലെന്തെല്ലാമാണ് അല്ലാഹു വെച്ചത് എന്നറിയാം നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. നമ്മള് ഒരാളെ കണ്ടു നോക്കുമ്പോൾ ബാപ്പാന്റെ അതേ മുഖം, ബാപ്പാനെ കാണുമ്പോൾ തന്നെ ബാപ്പാനെ ഓർമ്മയാണ്, അല്ലെങ്കിൽ ഉപ്പാപ്പാനെ ഓർമ്മയാകും, അല്ലെങ്കിൽ ഉമ്മാന്റെ ബാപ്പനെ ഓർമ്മയാണ്, അല്ലെങ്കിൽ ഉമ്മാനെ ഓർമ്മയാണ്. ആ ബോഡി, ആ കളറ്, ആ രൂപം കൃത്യമായി. വേറെ ചിലരോ ബാപ്പാന്റെ അതേ സൗണ്ട്, സുബ്ഹാനല്ലാഹ്, മനസ്സിലാകുന്നില്ല. ബാപ്പയോ പറയുന്നത് മകനോ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഒരുപോലത്തെ സൗണ്ട്. അല്ലാഹു തആല എന്തെല്ലാം സംഗതികളാണ് ഈ ചെറിയ അംശത്തിൽ വെച്ചത്. വേറെ ചിലർ ബാപ്പാന്റെ അതേ കയ്യക്ഷരം, ബാപ്പാന്റെ എഴുത്തും ഇയാളെ എഴുത്തും കണ്ടാൽ മനസ്സിലാവൂല, ആ നിലക്ക് കയ്യക്ഷരം. ചിലര് സുബ്ഹാനല്ലാഹ് അങ്ങനെ പോയിട്ട് എത്രത്തോളം എന്നറിയോ? ഒരാൾക്ക് സുഖമില്ല, ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് എന്നാരോ പറഞ്ഞിനോ? ഇല്ല, നല്ല ക്ഷീണുണ്ട്. ഷുഗർ ഉണ്ട് എന്നാരും പറഞ്ഞു? നിങ്ങൾ ബാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നു? ആ ബാപ്പാക്ക് ഉണ്ടായിരുന്നു. ആ എന്നാ കുറച്ച് ബർക്കത്തിന് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് ബാപ്പാന്റെ ഷുഗർ ഇയാൾക്കും വരുന്നത്? എന്താ കാരണം? ഈ ചെറിയൊരു അംശം ഉണ്ടല്ലോ, നമ്മളെ കണ്ണോട്ട് നോക്കിയാൽ കാണാത്ത ചെറിയ ബീജം, അതിന്റെ ഉള്ളില് ആ ഷുഗറും കൂടി പടച്ചവൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ആ ബാപ്പാന്റെ ആ ഷുഗറിന്റെ ഒരു അംശവും കൂടി അതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും എങ്ങനെ അറിയോ? ബാപ്പാക്ക് ഒരു 40-45 വയസ്സാകും പോകുന്നത്, ഇയാൾക്കും 45 വയസ്സായപ്പോഴാണ് വരാൻ പോകുന്നത്. അതുവരെ ഇത് പൊട്ടിയിട്ടില്ല ഈ ബോംബ്, അതുവരെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 45 വയസ്സാകുമ്പോ മെല്ലെ ആ ഷുഗർ, ബാപ്പാന്റെ ഷുഗർ ഇയാൾക്കും വരികയാണ്. എന്തൊരു അത്ഭുതമാണിത്! ഇതെന്തൊരു അത്ഭുതമാണിത്! ചേറെ ചിലര് ഡിസംബർ ജനുവരി മാസമായപ്പോ നല്ല തണുത്തു നോക്കുമ്പോ കാലിന്റെ മുകളിലൊക്കെ ഉണ്ട് ഈ മേപ്പ് വരച്ച മാതിരി, ഇന്ത്യന്റെയും പാകിസ്ഥാന്റെ ഒക്കെ മേപ്പ് വരച്ച മാതിരി കാലിന്റെ മുകളിൽ ഇങ്ങനെ കുറെ മേപ്പ് വരച്ച മാതിരി. ഇതെന്തോ ഇതിന്റെ കാലിങ്ങനെ? അത് ഉമ്മാന്റെ കാലും അങ്ങനെ തന്നെയായിരുന്നു നായരെ മറുപടി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ മേപ്പടക്കം ഇതിന്റെ ഉള്ളിൽ അല്ല വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒരാള് സിറാജുള്ളതൊക്കെ എന്തെങ്കിലും ഒരു പൈസ ഇട്ടണമെന്ന് വിചാരിച്ചു. ഉസ്താദെ നമ്മളൊന്ന് അയാളെ പോയി കാണാന്ന് പറഞ്ഞു. ഇവിടെ ഒക്കെ സിറാജുള്ളതിന്റെ പെട്ടി ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലാത്തരത്തിലൊക്കെ പെട്ടി വെക്കണം, നല്ല സംഭാവന കൊടുത്തേക്കണം നിങ്ങൾ എല്ലാവരും. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞല്ലോ, ഒരു 10,000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. കർണാടകയിലെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പഠിച്ച ധാരാളം മുദ്രിസന്മാരൊക്കെ അതുകൊണ്ട് കർണാടകയിൽ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് സിറാജുലുദാന ഒരു നാട്ടുകാരെ സ്ഥാപനമല്ല, എല്ലാവരെയും സ്ഥാപനമാണ്. എത്രയോ ആളുകൾ സിറാജുലുദയിലേക്ക് വന്നവരുണ്ട്, ഈ അടുത്തും വന്നവരുണ്ട്. ഇന്നും ഈ കർണാടകയിലുള്ള പലരും വലിയ സഹായങ്ങൾ തന്നവരുണ്ട്, വാഗ്ദത്തം ചെയ്തവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. അവരുടെ എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും സർവ്വ വിഷയങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ സിറാജുള്ളതൊക്കെ എന്തെങ്കിലും പൈസ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഉസ്താദിനെയും കൂട്ടി ഒരാൾ പോവാണ് ഒരു സ്ഥലത്ത്. ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ കൂടുതലുള്ള ആള് പറയും പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടൂല, ചിലപ്പോ നല്ല ചായ കിട്ടും, പൈസ ഒന്നും കിട്ടില്ല, അല്ലെ പൊണ്ണം കിട്ടും, പൈസ ഇട്ടല്ല. അപ്പൊ ഇയാള് നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അയാളെ ബാപ്പാന 5 പൈസ കൊടുക്കലുണ്ടോ? അതുപോലെ തന്നെ മകനും. അപ്പൊ ഈ ബുഖലും ഇല്ല അല്ലാഹു തആല ഉൾപ്പെടുത്തിയിരിക്കും. ഏത് ബാപ്പാന്റെ ബുഖല്, ബാപ്പാന്റെ ലുബ്ധത, അതും കൂടി ഈ സാധനത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി. എല്ലാവരും അങ്ങനെയൊന്നല്ലോ.
ചിലരുത് അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തെല്ലാമാണ് ഈ ചെറിയ ഈ ബീജത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയത്. അതാണ് സുബ്ഹാനല്ലാഹ്. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة. ഇത്രയും ചെറിയൊരു വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യന്റെ എല്ലിനെന്തൊരു ശക്തിയാണ്. ഇത്രയും ചെറിയൊരു അംശത്തിൽ പടച്ച മനുഷ്യന്റെ എല്ല്, സുബ്ഹാനല്ലാഹ്, എല്ലിനെന്തൊരു ശക്തിയാണ്. അവന്റെ മുട്ടുകൊണ്ട് ഒരു കുത്തു കൊടുത്താൽ വേറൊരാൾ മരിച്ചു പോകുന്നു. അത്ര വലിയ ശക്തി ഈ മുട്ടിന്. കാലിന്റെ മുട്ടിനോ സുബ്ഹാനല്ലാഹ് വലിയ മരക്കഷ്ണങ്ങൾ മുട്ടുമ്മൽ വെച്ച് പൊട്ടിക്കുകയാണ്. മുട്ടിനെന്തൊരു ശക്തിയാണ്, കാലിനെന്തൊരു ശക്തി, അവന്റെ മുട്ടിനെന്തൊരു ശക്തി, അവന്റെ എല്ലിനെന്തൊരു ശക്തി. ഇതൊക്കെ പഠിച്ചത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. ഇത്രയും ചെറിയ ഈ വസ്തുവിൽ നിന്ന് ഇതിനെ പടച്ചുണ്ടാക്കിയ റബ്ബ് സുബ്ഹാനല്ലാഹ് വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പ് അവൻ മറന്നുപോയി. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് മുഴുവനും അത്ഭുതകരമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞില്ലേ, ഉണങ്ങിയ മരം അത് ചെതലിറുമ്പ് തിന്ന് തീർക്കുകയാണ്, ചെതലിറുമ്പ് തിന്ന് തീർക്കുകയാണ്. പക്ഷേ ശക്തിയുള്ള പല്ലുകൊണ്ട് നമുക്കത് കടിക്കാൻ കഴിയൂല. എന്നാൽ പോകട്ടെ, പല എല്ലും കടിച്ചു പൊട്ടിക്കുന്ന ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളും ഈ ഉണങ്ങിയ മരം കടിച്ചു പൊട്ടിക്കുന്നില്ല. പക്ഷേ വളരെ ചെറിയ ചെതലിറുമ്പിന് ഈ മരം തിന്ന് തീർക്കുന്നതിനൊരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാലുള്ള ഒരു ജീവി, ഒരുപാട് കാലുള്ള ഒരു ജീവി, ഞങ്ങളാട്ട് തന്നെ തേരട്ടാന്ന് പറയും. ഇവിടെ എന്താ പറയാ, തൊട്ടാല് മൂപ്പര് ചുരുണ്ട അവിടെ കിടക്കും. തേരട്ട. ആ ഈ തേരട്ടാന്ന് പറഞ്ഞ ജീവി, അത് മൂപ്പര് എത്രേ മൂപ്പർക്ക് ടയർ വളരെ കൂടുതലുണ്ട്, പക്ഷെ ഓട്ടം വളരെ മെല്ലെ, സ്പീഡ് വളരെ കുറവാ, കാല് കുറേ കൂടുതലുണ്ട്. സ്പീഡിലോടുന്ന അരി ഒറ്റ കാലുമില്ലാത്ത പാമ്പ് ഓടി അടിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നാലോടിയപ്പോ മൂപ്പർ കിട്ടിയില്ല. കാരണം ഒറ്റ കാലുമില്ല, പക്ഷെ എന്താ സ്പീഡ് എന്ന് അറിയോ? സ്പീഡ് മാത്രല്ല, അത് ഈ ഭൂമിയിലൂടെ എഴഞ്ഞിങ്ങനെ പോവാണ്. പക്ഷേ അതിനൊന്നുമില്ല. നിങ്ങളൊന്നും അതുപോലെ ആ പാമ്പ് പോകുമ്പോൾ ഒന്ന് പോയി തരുമോ? ഭൂമി കൂടി ഒരൊറ്റ തോലും ബാക്കിയുണ്ടാവില്ല. പക്ഷെ ഈ പാമ്പ് ദിനേന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് കുറെ കാലുള്ള തേരട്ട നടന്നിട്ട് നീങ്ങുന്നില്ല. അപ്പൊ ഒരു ചങ്ങാതി വിചാരിച്ചു മൂപ്പരൊന്ന് സ്പീഡ് കൂട്ടാന്ന് വിചാരിച്ച് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്തപ്പോ പിന്നെ തീരെ നടക്കുന്നില്ല, ചുരുണ്ട അവിടെ കിടക്കുകയാണ്. അങ്ങനെയുണ്ട് ചില പ്രവർത്തകന്മാര്. നീ എന്തോടോ പ്രവർത്തനത്തിനൊന്നും ഇല്ലാത്ത വെച്ചാൽ പിന്നെ തീരെ വരൂല, മീറ്റിങ്ങിന് തന്നെ വരൂല. അത് തേരട്ടന്റെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. ഈ തേരട്ടയെ ഒന്ന് പ്രോത്സാഹനം നൽകാൻ വേണ്ടി തട്ടിയപ്പോ പിന്നെ മൂപ്പര് തീരെ നീങ്ങുന്നില്ല. അതേ സമയത്ത് ഒരൊറ്റ കാലുമില്ലാത്ത പാമ്പ് എത്ര സ്പീഡിലാണ് ഓടിപ്പോകുന്നത്. അല്ലാഹു തആല കഴിവ് കൊടുത്താൽ കാലില്ലെങ്കിലും സ്പീഡിൽ ഓടാൻ കഴിയും. അല്ല കാല് കുറെ കൊടുത്തിട്ട് കഴിവ് കൊടുത്തില്ലെങ്കിലോ തേരട്ടക്ക് നടന്നാ നീങ്ങൂല. സുബ്ഹാനല്ലാഹ്. ലോകമൊട്ടാകെ അത്ഭുതങ്ങളല്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അത്ഭുതങ്ങളല്ലേ. ആർക്കാണിത് പറഞ്ഞു തീർക്കാൻ കഴിയുക? സുബ്ഹാനല്ലാഹ്. തെങ്ങിന്റെ മേലെ ഒരു തേങ്ങ ഉണ്ടാകുന്നു. ആ തേങ്ങയുടെ ആദ്യകാലം നമ്മൾ അതിന്റെ മച്ചിങ്ങ വെളിച്ചില് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ മച്ചിങ്ങ അതൊന്ന് പിളർന്നു നോക്കുമ്പോ ഒരിറ്റ് വെള്ളവും അതിലില്ല, അതിനൊരു കാമ്പും ഇല്ല, തേങ്ങയും ഇല്ല, വെറും ഒരു വസ്തുവാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞിങ്ങ് വളർന്നപ്പോഴോ സുബ്ഹാനല്ലാഹ് അത് ഉള്ളു ഒരു പാത്രമായി മാറിയിരിക്കുന്നു. ആ പാത്രം നിറയെ വെള്ളം നിറയുന്നു. ആ വെള്ളത്തിൽ ആരും പഞ്ചസാര കൊണ്ടുപോയി കലക്കിയിട്ടില്ല, പക്ഷേ താനേ മധുരം വന്നിരിക്കുന്നു. ആ നല്ല ഗ്ലൂക്കോസ് കലക്കിയ നല്ല വെള്ളത്തെക്കാൾ മധുരമുള്ള വെള്ളം കൂടി വരുമ്പോൾ ഈ വസ്തു വികസിച്ച് വരുന്നു. അതേ വെള്ളത്തിനനുസരിച്ച് പാത്രം വികസിച്ചു
വികസിക്കുന്നു. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആ മധുരമുള്ള വെള്ളം. അതെടുത്തുകൊണ്ടുവന്ന് ആളുകൾ കുടിക്കുന്നു. അതവിടെ തന്നെ വെച്ചാലോ, അതവിടെ തന്നെ വെച്ചാൽ അത് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി മാറുന്നു, അതിന്റെ കാമ്പ് ശക്തി കൂടുന്നു, അത് തേങ്ങയായി പരിണമിക്കുന്നു. അത് അതിന്റെ പ്രായമെത്തിയാൽ, തേങ്ങയുടെ പ്രായമെത്തിയാൽ അത് കൊയ്തെടുത്തത് നോക്കിയതിന് ശേഷം അതിന്റെ ചെകരിയുണ്ടല്ലോ, ആ ചെകരിയും മച്ചിങ്ങയായിരുന്ന കാലത്ത് ചെകരി നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് ആ ചെകരി വെച്ച് വെച്ച് ഇങ്ങനെ വന്നപ്പോ ആ ചെകരിക്ക് നാരുകളാണ്. ആ നാരിന് എന്തൊരു ശക്തിയാണ്! ഒരു ചെറിയ നാരിന് ശക്തിയില്ല, പക്ഷേ ആ നാരുകൾ കുറെ കൂടിയതാണ് കയറ്. ആ കയറാണ് വലിയ കപ്പലുകൾ കടലിൽ പിടിച്ചെടുക്കാതെ കപ്പലുകളെ കൊണ്ടുപോയി കെട്ടുന്നത് ഈ നാരുകൾ കൂടിയ കയറുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അതേ വലിയ മരത്തടികൾ ആന പിടിക്കുന്നത് ഈ കയറ് ഘടിപ്പിച്ചിട്ടാണ്. ഈ ചെറിയ നാര് ഒരുമിച്ച് കൂടിയപ്പോൾ അതിന്റെ ഉപകാരം എത്രയാണ്, അതിന്റെ ശക്തി എത്രയാണ്! അത് ഈ ചെകരി നാരാണ്. ആ ചെകരി പൊളിച്ചാൽ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ നല്ല ശക്തമായ ഒരു വസ്തുവാണ്. സുബ്ഹാനല്ലാഹ്. അലൂമിനിയം അല്ല, നമ്മളുടെ മൺപാത്രത്തെക്കാൾ എത്രയോ ശക്തിയുണ്ട്. അങ്ങനെ പൊട്ടൂല. നല്ല ഇടി ഇടിച്ചാലേ പൊട്ടുള്ളൂ. നല്ല ശക്തിയുള്ളൊരു പാത്രം. ആ പാത്രത്തോട് ചേർന്നുകൊണ്ടാണ് ഈ തേങ്ങയുടെ കാമ്പ് നിൽക്കുന്നത്. അത് നമ്മൾ അതേ നിലക്ക് അങ്ങനെ തന്നെ അങ്ങ് സൂക്ഷിച്ചാലോ, ഒരു കൊല്ലത്തോളം സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ നല്ല നിലക്ക് ചൂടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അട്ടത്തിട്ടാൽ ആ വസ്തു പിന്നീട് നമ്മൾ എടുത്തു നോക്കി അതിന്റെ ചെകരി ഉരിച്ചു നോക്കിയാൽ ഒരിറ്റ് വെള്ളവും അതിൽ കാണൂല. ആ വെള്ളം എവിടെ പോയി? നിറയെ ഉണ്ടായിരുന്ന വെള്ളം ഇല്ല. കൊപ്ര ഉണ്ടാന്നാണ് അതിന് പറയാ. അതിങ്ങനെ ഉണ്ടയായി നിൽക്കുന്നു, ഉള്ളിൽ ഒരിറ്റ് വെള്ളമില്ല. എന്നാലോ അതിന്റെ രുചിയൊക്കെ മാറി മാറി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ തേങ്ങ മാത്രം എടുത്തു നോക്കിയാൽ യജമാനനായ റബ്ബിന്റെ സൃഷ്ടിപ്പും അത് മാറ്റി മാറ്റി കൊണ്ടുവരുന്നതും അതിന്റെ കഴിവും അതിന്റെ മധുരവും അതിന്റെ രുചിയും. അത് മാത്രമല്ലല്ലോ, ആ തേങ്ങ കൊണ്ടുപോയി ആട്ടിക്കൊണ്ടുവന്നാൽ, അത് ഈ ചക്രത്തിലിട്ട് ചുരുക്കിട്ടിക്കൊണ്ടുവന്നാൽ അതേ ക്ലാസ് എണ്ണയാണ്. അത് നമ്മുടെ തലയിൽ പുരട്ടിയാൽ മുടി മിനുങ്ങുകയാണ്. അത് നമ്മളതാ നല്ല ബനസ്മതി അരിയും വാങ്ങി വെച്ചാൽ നെയ്ച്ചോറാവുകയാണ്. അപ്പുറത്ത് നെയ്പ്പത്തിൽ ചുടുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് തന്നെ കുറച്ച് കഞ്ഞെണ്ണിയും കുറുന്തോട്ടിയും പല മരുന്നും കൂട്ടി കാച്ചിയെടുത്താലോ അത് തലയിലെ രോഗത്തിന് മരുന്നാണ്. പല രോഗത്തിനും മരുന്നാണ് തലയിൽ പുരട്ടുന്ന പല മരുന്നുകളും. അതിന് പല പേരുകളിൽ വൈദ്യന്മാര് പറയുകയാണ്. ആകയാൽ ഈ ഒരു തേങ്ങയുടെ എണ്ണയിൽ എത്ര ഉപകാരങ്ങളാണ് ലോകസൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും എടുത്തു നിങ്ങളൊന്ന് പരിശോധിക്കൂ. പറഞ്ഞാലുണ്ടോ തീരുന്നു. സുബ്ഹാനല്ലാഹ്. മനുഷ്യനെ പടച്ചപ്പോഴോ വന്ദുർ ഇലാ നഫ്സിക സുമ്മ തഖലി ലിൽ ആലമിൽ ഉൽവി സുമ്മ സുഫലി تجد به صنعا بديع الحكم لكن به قام دليل العدم. നിന്റെ ശരീരം നോക്കിയാലോ അത്ഭുതം തന്നെ. കിഡ്നിയുടെ വർക്കുണ്ട്, കരളിന്റെ വർക്കുണ്ട്, ഹാർട്ടിന്റെ വർക്കുണ്ട്, ബ്രെയിനിന്റെ വർക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമാണോ? എന്തെല്ലാം സംഗതികളാണ്. നിന്റെ ഒരു കൈ മാത്രം നീ ഒന്നെടുത്തു നോക്കൂ. ആ കൈയിന്റെ സ്വഭാവം എന്താണ്? താഴ്ത്തി ഇങ്ങനെ ഇട്ടാൽ അതവിടെ നിൽക്കും, അടങ്ങി നിൽക്കൂ, ആടുവൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് നിസ്കാരത്തില് സമയല്ലാഹു ലിമൻ ഹമിദ ഇങ്ങനെ അങ്ങോട്ട് ആട്ടു. നിസ്കാരം ബാത്തിലായി പോകും കേട്ടോ. അത് ആട്ടാൻ പാടില്ല, അത് അടക്കി അവിടെ വെച്ചോളണം. സമയല്ലാഹു ലിമൻ ഹമിദ അവിടെ അടക്കി അവിടെ വെക്കണം. എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയണേ, ഒരുപാട് ആളെ നിസ്കാരം ബാത്തിലാകണ്ട് ഇതിങ്ങനെ ആട്ടിട്ട്. അതിനെ ഇതിന്റെ ക്ലോക്കിന്റെ പെൻഡല ഇതിങ്ങനെ ആടേണ്ട ആവശ്യം.
നിസ്കാരത്തിൽ അനങ്ങാൻ പാടില്ല. നിസ്കരിക്കുന്നവർ അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം. നിസ്കാരത്തിലുള്ള കളിയൊക്കെ കളിക്കാൻ പറ്റൂല. ചിലരുണ്ട് പിന്നെ അപ്പ ശൈത്താൻ അവന്റെ മനസ്സ് തോന്നിപ്പിക്കും, കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ടും പിടിച്ച് ഒന്ന് ബേക്കിലും പിടിച്ചൊരു താഴ്ത്തല്, മുന്നിലും പിടിച്ചൊന്ന് താഴ്ത്തി ബേക്കിലും പിടിച്ചൊരു താഴ്ത്തല്. സുബ്ഹാനല്ലാഹ്, ശൈത്താൻ ഓരോന്ന് തോന്നിപ്പിക്കുകയാണ്. ഓ അതിലിടക്ക് കുറച്ചങ്ങ് ചുളിഞ്ഞു പോയാലേ, അതിലിടക്ക് അപ്പൊ പങ്കിട്ട് വന്നത് ഇവന്റെ ചുളിഞ്ഞു നോക്കുന്നത്. അപ്പോ അത് ശൈത്താൻ പറ്റുകയാണ്, നിസ്കാരം ബാത്തിലാക്കാണ്. അങ്ങനെ പിടിച്ചു താഴ്ത്തരുത്. വേറെ ചിലരുണ്ട് ഒരു വിജയത്ത്, എന്താണ് റുകൂഇൽ നിന്ന് ഉയർന്നു വന്ന് ഇഹ്തിദാലിലെത്തി സുജൂദിലേക്ക് പോകുമ്പോ രണ്ട് വിരലുകൊണ്ട് തുണി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു കയറ്റലുണ്ട്. എന്തിനാ? അതെവിടെയാ പറഞ്ഞത്? അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? പല ആളുകൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് കയറ്റിയിട്ട് അങ്ങോട്ട് പോകും. കയറ്റാണ്ട് എന്നെ പോയിട്ട് താമസം വരുമോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ളതല്ല. നിസ്കാരം അടങ്ങി ഒതുങ്ങി ചെയ്യേണ്ട കാര്യമാണ് നിസ്കാരം. വേറെ ചിലർ അല്ലാഹു അക്ബർ കൈകെട്ടി കഴിഞ്ഞാൽ കൈകെട്ടലെന്നെ പല നിലക്കുവാണ് പലരും, അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തീരുമ്പോ കൈ ഉയർത്തി തീരണം. അല്ലാഹു അക്ബർ ഇനി മെല്ലെ താഴ്ത്തി കെട്ടണം. അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു തുടങ്ങുമ്പോ കൈ ഉയർത്താൻ തുടങ്ങുന്നു, അക്ബർ പറഞ്ഞു തീരുമ്പോ കൈ ഉയർത്തിയും തീരുന്നു. അല്ലാഹു അക്ബർ ഇനി മെല്ലെ താഴ്ത്തിയിട്ട് എവിടെ കെട്ടേണ്ടത്? പൊക്കിളിന്റെ മേലെ, നെഞ്ഞിന്റെ ചോടെ അവിടെ കെട്ടേണ്ടത്. ഈ സെൽഫികൾ കിട്ടും പോലെ ഇതുണ്ടല്ലോ, ഈ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി ഡേഞ്ചർ. അങ്ങനല്ല. പിന്നെ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോട. അതെങ്ങനെയാ കെട്ടേണ്ടത്? ഈ കയ്യിന്റെ വിരലിന്റെ മണിക്കണ്ടം, ആ മണിക്കണ്ടം പിടിക്കുന്ന രൂപത്തിൽ 3 വിരല് ഈ തണ്ടം കയ്യിന്റെ മേലെ വെച്ച് 2 വിരൽ ഇങ്ങനെയും പിടിക്കാം, അല്ലാതെ ഇങ്ങനെയും പിടിക്കാം. അങ്ങനെയാണ് കുഴപ്പമില്ല. അപ്പൊ ഇവിടെയാണ് കൈവെക്കേണ്ടത്. ചിലർ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നവരുണ്ട്, വേറെ ചിലർ പല്ലി നിൽക്കുന്ന മാതിരി ഇങ്ങനെ വെക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നല്ല കൈവെക്കേണ്ടത് ഇങ്ങനെയാണ്. എന്നിട്ട് അത് എവിടെ വെക്കേണ്ടത്? പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ വെക്കണം. സുബ്ഹാനല്ലാഹ്, വേറെ ചിലരുണ്ട് ഒരു മൂലയെ കൊണ്ടാക്കുന്നവര്. അതൊന്നും അല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട എല്ലാവരും ചെയ്യും പോലെ ചെയ്യാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ തക്ബീർ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ അവനിങ്ങനെ തോന്നും, എന്റെ മുടി ശരിയായില്ല. അപ്പൊ മുടിയൊന്ന് ഇങ്ങനെ ഒരു ശരിയാക്കല്. മൂല്യമാരാണെങ്കിൽ തലയെക്കെട്ട് ശരിയായിട്ടില്ല എന്നാ ശൈത്താൻ തോന്നിപ്പിക്കുക. അവൻ മെല്ലെ തലയെക്കെട്ടൊന്ന് റെഡിയാക്കലും വേറെ ചിലര്. ശൈത്താൻ എല്ലാ വലിയാരുടെ കൂടെ ഉണ്ടാവും, എല്ലാരും കൂടെ ഉണ്ടാവും. രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ ഉണ്ടാവും. നമ്മളെ അമലൊക്കെ ബാത്തിലാക്കാൻ ശൈത്താൻ ഇങ്ങനെ ശ്രമിക്കും. നമ്മൾ നല്ല കരുത്തോടു കൂടി നിൽക്കണം. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. ശത്രു എവിടെയാ ഉള്ളത്? 10 കിലോമീറ്റർ അപ്പുറമല്ല, നമ്മളെ രക്തത്തോടുകൂടെ തന്നെ ശത്രു ഉണ്ട്. അപ്പൊ ഓരോ സെക്കൻഡിലും ശൈത്താൻ നമ്മളെ ചതിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് വല്ലാതെ ശ്രദ്ധിക്കണം. അതെല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കണം, എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. ഇന്നമായ അതെ, അവന്റെ പാർട്ടിയെ നരകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മൾ ശൈത്താന്റെ വലയിൽ കുടുങ്ങരുത്. നിസ്കാരത്തിൽ കടന്നാൽ നല്ല അച്ചടക്കത്തോടെ നിസ്കരിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അടക്കി ഒതുക്കി വെച്ചാൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന കൈ നല്ല പഴയ കാലത്തുള്ള കൊടയുണ്ടല്ലോ, അതിങ്ങനെ തൂക്കിയിടലുണ്ട്. അതുപോലെ തൂക്കിയിട്ടെടുത്തിട്ടുണ്ടാവും ഈ കൈ. ഇനി പുതിയ കുട ഉണ്ടല്ലോ, പുതിയ കുട നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ് കുട ഉണ്ട് എന്ന് പറയാം, പക്ഷെ നനയും. എങ്ങനെ? അത് 3-4 മടക്കാം. അതങ്ങോട്ട് തുറന്നാല് കുട തുറന്നു എന്ന് പറയാം. മഴയൊക്കെ ധാരാളം കൊള്ളും, തല രക്ഷപ്പെട്ടാൽ ആയി അത്ര. ആ കുട പോലെ വേണേ അങ്ങനത്തെ കളിയും കളിക്കാൻ ഈ കൈ കൊണ്ടും മടക്കിയൊക്കെ വെക്കാം. അങ്ങനെയാണ് ഈ കൈ അല്ലാഹു തആല പഠിച്ചത്, നമ്മളെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ. ഇനിയോ ഈ കൈ കൊണ്ട് വളരെ ഉയരത്തിൽ നമുക്കൊരു ബൾബ് ഇടണം. അത് നമുക്ക് ബൾബ് ഇടാൻ കൈ ഇങ്ങനെ പോകും. അല്ല, നമുക്ക് കുഴിയിലൊരു സാധനം കൊണ്ടുപോയി വെക്കണം. എന്നാ കുഴിയിലേക്ക് അങ്ങോട്ടും വരും കൈ. നമ്മളൊന്ന് കുനിഞ്ഞാ മതി, താഴോട്ടും വരും.
തീ കത്തിച്ച അടുപ്പിന്റെ മേലെ നിന്ന് ഭക്ഷണം പാകം ചെയ്യണം. വസ്ത്രം ധരിച്ച ആൾക്ക് കുഴപ്പമില്ല, കുറെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അതിനും കൈ അങ്ങോട്ടും വരും, എല്ലാ ഭാഗത്തേക്കും വരും. ഇനി നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തണോ, അത് ഈ കൈ തന്നെ മതി. വേറെ കൈ അങ്ങാടിയിൽ നിന്ന് വാങ്ങൊന്നും വേണ്ട, ഈ കൈ തന്നെ മതി. ആ കൈ കൊണ്ട് തന്നെ നീന്താൻ കഴിയും. നിങ്ങൾ ഡ്രൈവ് ചെയ്യണോ, അതിനും ഈ കൈ തന്നെ മതി. നിങ്ങൾക്ക് എഴുതണോ, അതിനും ഇത് തന്നെ മതി. നിങ്ങൾക്ക് എന്ത് വേണം, എല്ലാറ്റിനും പറ്റും കൈ. അതിനോ അതിന്റെ തന്നെ സൃഷ്ടിപ്പ് നിങ്ങളൊന്ന് നോക്ക്. അതിങ്ങനെ പിടിച്ചാൽ വലിയൊരു പാത്ര, ഒരുപാട് വെള്ളം കൊള്ളൂ. ഇതിന് വലിയൊരു പാത്രമാണ്. ഇങ്ങനെ പിടിച്ചാൽ അതൊരു സ്പൂണാ, ഒരു കുറച്ച് വെള്ളം കൊള്ളും, ഒരു സ്പൂണാണ്. അപ്പൊ നമുക്ക് മൂക്കിൽ വെള്ളം കയറ്റാൻ അധികം വെള്ളം വേണ്ട. അപ്പൊ ഒരു കൈ കൊണ്ട് സ്പൂണിൽ കോരുമ്പോൾ കോരിയിട്ട് വായിൽ വെള്ളാക്കി മൂക്കിലും കൊണ്ട് കയറ്റിയാൽ മതി. രണ്ടും കൂടി ഒറ്റ കോരൽ കൊണ്ട് നടക്കും. ഒരു കൈ കൊണ്ട് കോരിയാൽ മതി. മുഖം കഴുകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം. അപ്പൊ രണ്ടും കൂടി കൂട്ടിയെടുത്താല് മുഖം കഴുകാൻ പറ്റും. അപ്പൊ ഇത് കോപ്പയില്ലെങ്കിലും നമ്മളെ പരിപാടിയൊക്കെ കൃത്യമായി നടത്താൻ പറ്റും. കാരണം ഈ കൈ പാത്രമാണ്, അത് സ്പൂണാണ്. ഇനി അതേ കൈ തന്നെ നിങ്ങളൊന്ന് നോക്ക്, അത് ചുരുട്ടി ഇങ്ങനെ പിടിച്ചാൽ അതൊരു മാന്തിയാണ്. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ കൂട്ടി വിരൽ പിടിച്ചാലോ അത് വൈപ്പറാണ്. അപ്പൊ അത് വൈപ്പറാണ്, എന്ത് തുടക്കാൻ പറ്റും, അത് വൈപ്പറാണ്. ഇനി ഇതേ കൈയിന്റെ വിരല് തന്നെ നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് പിടിച്ചാലോ അപ്പൊ അതൊരു മുട്ടിയാണ്. ഇടിച്ച് പൊട്ടിക്കാൻ പറ്റും, അതൊരു മുട്ടിയാണ്. ഈ കൈക്ക് തന്നെ എത്ര 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 ഉപകാരങ്ങളാണ് ലോകസൃഷ്ടാവായ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അല്ലാഹുവിനെ സംബന്ധിച്ചാണോ സംശയം? ഇത്രയും കൃത്യമായി ഇത്രയും കാര്യങ്ങൾ ഓരോന്നായി സൃഷ്ടിച്ചു വെച്ച ഒരുത്തൻ ഇല്ലാതെ ഇതൊക്കെ വളരെ കൃത്യമായി നടന്നു എന്നാണോ പറയുന്നത്? ഇനി സുബ്ഹാനല്ലാഹ്, ആ കൈ കൊണ്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാം, നിങ്ങൾക്ക് മരം പിടിപ്പിക്കാം, മരത്തിന് വളം ചേർക്കാം, ആ കൈ കൊണ്ട് കൊയ്തെടുക്കാം, ആ കൈ കൊണ്ട് നിങ്ങൾക്ക് കോഴി അറുക്കാം, ആ കൈ കൊണ്ട് കോഴിയുടെ മാംസം നിങ്ങൾക്ക് കഷ്ണം കഷ്ണമാക്കി നുറുക്കാം, നിങ്ങൾക്ക് അതുകൊണ്ട് മത്സ്യം മുറിക്കാം. മുറിച്ച മത്സ്യം ഉണ്ടാക്കി തിന്നുമ്പോ ഇടക്കിടക്ക് മുള്ളാണ്. ആ മുള്ള് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വിരല് വടച്ചത്. ആ മുള്ള് വേറെയാക്കി അതിന്റെ ആ മാംസത്തിന്റെ ഭാഗം വേറെയാക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് വിരല് വടച്ചത്. വിരലിങ്ങനെ ഒരു കോരി പോലെയാണെങ്കിൽ എങ്ങനെ മുള്ളെടുക്കല്? അല്ലാഹു തആല ഇതിനെ പടച്ച ഒരു രൂപം നോക്ക്. നിങ്ങളെ എല്ലാ വിഷയങ്ങളും പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ വിരലുകളെയും കയ്യിനെയും പടച്ചു തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വായ വെച്ചിട്ടുണ്ട്. വായയിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അതാ കടിച്ചു തിന്നേണ്ട സാധനമുണ്ട്. അത് കടിക്കാൻ മുന്നിലെ പല്ല് കടിക്കാനുള്ളതാണ്, മുറിക്കാനുള്ളതാണ്. എന്നാൽ ഒരു വസ്തു അല്പം കടുപ്പുള്ളതാണ്, എന്നാൽ പൊട്ടിക്കണം. പൊട്ടിക്കാൻ സൈഡിലെ പല്ല്, മുന്നിലെ പല്ലോട് പൊട്ടിക്കൂല, പൊട്ടിക്കാൻ സൈഡിലെ പല്ല്. എന്നാൽ അതിന്റെയും അപ്പുറത്ത് കുറെ വലിയ പല്ലുണ്ട്. അതെന്തിനാ? അത് അരക്കാനുള്ളതാ. കാരണം ഇത് ദഹിച്ചു കിട്ടാൻ വയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അരക്കണം. അരക്കാനുള്ള പല്ലാണ് ബേക്കിലുള്ളത്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, അരവ് നടക്കണമെങ്കിൽ അമ്മിയും കുട്ടിയും, പഴയ കാലത്ത് അങ്ങനെ പറയാം, അമ്മിയും കുട്ടിയും രണ്ടും ഒരേ സമയത്ത് ചലിച്ചാൽ അരവ് നടക്കൂല. മനസ്സിലാക്കിയില്ലേ? പഴയ കാലത്തുള്ള അമ്മി എന്ന് പറഞ്ഞാല് ഒരു കല്ലിന്റെ അമ്മി, അതിന്റെ മുകളിൽ ഒരു ഉരുണ്ട ഒരു കല്ല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കലാണ്. അത് നീക്കുമ്പോ ഉമ്മാരെന്ത് ചെയ്യുമെന്ന് അറിയോ? കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞോണ്ട് എന്നാലേ അരവ് നടക്കുള്ളൂ. അതുകൊണ്ട് അരവ് നടക്കണമെങ്കിൽ വെള്ളം കുടയണം. ഇതുപോലെ നിങ്ങളെ വായിൽ നിന്ന് നിങ്ങളെ ഭക്ഷണം അരക്കണം. അരക്കാൻ ഇടക്കിടക്ക് വെള്ളം കുടയണം. ആ വെള്ളമാണ് ഉമിനീര്. അതിങ്ങനെ ആവശ്യത്തിന് അരക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഉമിനീര് കിട്ടുന്നു, അരവ് നടക്കുന്നു. അതിന്റെ പുറമെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുതിയ അമ്മി എങ്ങനെയാണ്? എങ്ങനെ പുതിയ അമ്മി ഇങ്ങനെ വളഞ്ഞ ഒരമ്മി, നമ്മള് സ്വിച്ചിട്ടിട്ടുള്ള അമ്മി ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞ ഒരു പാത്രം പോലെ, അതിന്റെ മധ്യത്തിൽ അതിന്റെ കുട്ടി, എന്നിട്ട് അമ്മി ഇങ്ങനെ കറങ്ങ, കുട്ടി അവിടെ നിൽക്കുക.
പണ്ടങ്ങനല്ല, പണ്ട് കുട്ടി ഇങ്ങനെ നീങ്ങലാണ്, ഇപ്പൊ അങ്ങനെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ വയസ്സന്മാരെല്ലാം എന്ത് ചെയ്യുക, അങ്ങാടി പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാൻ, ചെറുപ്പക്കാർ കുട്ടികൾ പുരയിലാടി ഇരിക്കുക. ആ മാതിരി ഇപ്പൊ അമ്മ ഇങ്ങനെ കറങ്ങാൻ ഈ കുട്ടി വിടുന്നില്ല, കുട്ടി ഒരൊറ്റ നിർത്തം. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഏതായാലും രണ്ടും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് അല്ലാഹു തആല ചെയ്ത പണി എന്താണ്? മനുഷ്യന്റെ പല്ല് അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കുന്ന സമയത്ത് മേലെയും താഴെയുമുള്ള താടിയെല്ല്, ആ താടിയെല്ലിൽ താഴെ താടിയെല്ല് അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, മേലെ താടിയെല്ല് നീങ്ങൂല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേലെ താടിയെല്ലൊന്ന് നീക്കി കാണിച്ചു തരുവോ? താഴെ താടിയെല്ല് നീക്കാം, മേലേതൊന്ന് നീക്കി തരുവോ? ഇല്ല. കാരണം അരവ് നടക്കണമെങ്കിൽ രണ്ടും കൂടി നീങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് ഒന്നവിടെ നിന്ന് മറ്റൊന്ന് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സംവിധാനങ്ങൾ അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് തെളിവുകളാണ്, പൂർണ്ണമായും തെളിവുകളാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയാനുള്ള തെളിവുകൾ ലോകം മുഴുക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ആ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. ആ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം തന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിന് ഞാൻ വിധേയപ്പെടേണ്ടതുണ്ട്, ആ രാജാവിനെ ഞാൻ അനുസരിക്കേണ്ടതുണ്ട്, ആ രാജാവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കേണ്ടതുണ്ട്. അതാണ് ആ രാജാവിനോടുള്ള നന്ദി. അതെങ്ങനെയാണ്? അത് നമുക്ക് രാജാവായ റബ്ബ് തന്നെ പഠിപ്പിച്ചു തരുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രതിനിധികളെ പറഞ്ഞേക്കുന്നു. അങ്ങനെ പറഞ്ഞേച്ച പ്രതിനിധികളാണ് അംബിയ മുർസലീങ്ങൾ. അവരിൽ അവസാനം വന്നവരും ഏറ്റവും ശ്രേഷ്ഠരും അന്ത്യനാൾ വരെ ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ചു തരികയും ചെയ്ത നേതാവാണ്. തുല്യതയില്ലാത്ത നേതാവ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീമാ ഹസീനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞേച്ച തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ അതിരറ്റ് സ്നേഹിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അതിരറ്റ് സ്നേഹിക്കണം. അല്ലാഹുവും റസൂലും കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കണം, അല്ലാഹുവും റസൂലും വിരോധിച്ചതൊക്കെ ഒഴിക്കണം. അതിന്റെ പുറമേ ഞാനൊരു വലിയവനാണെന്ന് തോന്നൽ എനിക്കുണ്ടാകാൻ പാടില്ല. ഒരാൾക്കും ഞാനൊരു വലിയവനെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്. മറ്റുള്ളവരെല്ലാം അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. അല്ലാഹുവിന്റെ തീരുമാനം അവരിൽ നടപ്പാവുകയാണ്. ഇവരുടെ തീരുമാനം അവർക്ക് നടപ്പാക്കാൻ കഴിയൂല. ഞാൻ ഏത് ദിവസം ജനിക്കണം എന്നത് ഞാൻ തീരുമാനിച്ചതല്ല, അല്ലാഹു തീരുമാനിച്ച ദിവസം ഞാൻ ജനിച്ചതാണ്. എനിക്കെന്റെ ബർത്ത്ഡേ തീരുമാനിക്കാൻ അധികാരമില്ല. എനിക്ക് ഈ ഭൂമിലോകത്ത് നിന്നൊരു യാത്ര പോകാനുണ്ട്. ആ യാത്ര ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെയോ മക്കളെയോ എൻ്റെ നേതാക്കളെയോ അനുയായികളെയോ സുഹൃത്തുക്കളെയോ ഉസ്താദുമാരെയോ ശിഷ്യന്മാരെയോ അയൽവാസികളെയോ സുഹൃത്തുക്കളെയോ ഒരാളുമായും പിന്നെ ഞാൻ മീറ്റ് ചെയ്യുന്നില്ല, അവരെ കാണാൻ കഴിയുന്നില്ല, അവരുമായി എനിക്ക് പിന്നെ ബന്ധം ഇല്ല. ഞാൻ ഉണ്ടാക്കി വെച്ച ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച വലിയ വീടുകളുണ്ട്, ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ ധാരാളം അടക്കാത്തോട്ടങ്ങളുണ്ട്.
ഉണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച നെൽകൃഷികളുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച പലതുമുണ്ട്. പക്ഷേ ആ ഒരു യാത്ര ഞാൻ അങ്ങ് പറഞ്ഞാൽ പിന്നീട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ പോയി കിടക്കേണ്ടത് ഖബറിലാണ്. ആ ഖബറിൽ എനിക്കൊരു തലയണി വെച്ച് തരുന്നില്ല. ചെറിയ ഒരു മൺകട്ട കൊണ്ടുള്ള തലയണി കിട്ടിയാൽ അത് കിട്ടിയത് തന്നെ. അവിടെ കിടക്കുമ്പോൾ ഞാൻ സാധാരണ നിലക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നുകൂടി കണ്ണാടി നോക്കി കുറച്ച് പൗഡറൊക്കെ ഇട്ട് മിനുക്കുന്ന മുടി എന്റെ മുഖമാണ്. പക്ഷേ അവിടെ ഒരൽപ്പം നനവുള്ള മണ്ണ് വെച്ചിട്ടാണ് എന്റെ കവിൾത്തടം അവിടെ വെക്കുന്നത്. അവിടെ ഞാൻ അങ്ങ് കിടന്നാൽ പിന്നീട് എന്റെ സ്ഥിതി എന്താണ്? ഞാൻ പലപ്പോഴും ഞാൻ വലിയവനാണെന്ന തോന്നലുള്ള അഹങ്കാരിയായിരുന്നു, പലരെയും വെല്ലുവിളിച്ചവനായിരുന്നു, പലപ്പോഴും വർഗീയത ഉണ്ടാക്കിയവനായിരുന്നു, തീവ്രവാദം പറഞ്ഞവനായിരുന്നു, പലരെയും ആക്രമിച്ചവനായിരുന്നു. പക്ഷേ ഞാൻ അവിടെ കിടക്കുമ്പോൾ എന്റെ ശരീരം പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായി വേർപിരിയുകയാണ്. ശരീരമതാ ദ്രവിക്കുകയാണ്, ജീർണിക്കുകയാണ്. ആ ഖബറിൽ നിന്നൊരു ദ്വാരം പുറത്തേക്ക് വെച്ചു കൊടുത്താൽ നാറിയിട്ട് മനുഷ്യന് നടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു ശരീരത്തിന്റെ ഉടമയായ ഞാൻ അഹങ്കാരിയാകാമോ എന്ന് വേണ്ട. ഞാൻ ഇന്ന് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ എന്റെ വയറ്റിൽ നിറയെ നജസാണ്. ആ നജസ് കുറച്ച് കൂടുതൽ ലിമിറ്റില്ലാതെ പോയാൽ ഞാൻ ബോധരഹിതനായി വീണു പോവുകയാണ്. അങ്ങനെയുള്ള എനിക്ക് അഹങ്കാരത്തിന് അവകാശമുണ്ടോ? എന്റെ മൂക്കിൽ നിന്ന് വരുന്ന വസ്തു എനിക്ക് തന്നെ അതിനോട് ഇഷ്ടമില്ല. ഞാൻ കാർക്കിച്ചു തുപ്പുന്നത് ഞാൻ തന്നെ അതെടുത്തു തിന്നാൻ തുനിയൂല. ഇങ്ങനെ എന്റെ ശരീരത്തിൽ വായിലൂടെ വരുന്നതും മൂക്കിലൂടെ വരുന്നതും മലദ്വാരത്തിലൂടെ വരുന്നതും മുൻദ്വാരത്തിലൂടെ വരുന്നതും എല്ലാം എനിക്ക് തന്നെ അറുപ്പ് തോന്നുന്ന വസ്തുക്കളാണ്. ഇത് മുഴുവനും പേറി നടക്കുന്ന ഞാനൊരു ണെന്ന് ചിന്തിക്കുന്ന എന്നെക്കാൾ ബുദ്ധിയില്ലാത്തവനാരാണ്? ഞാൻ ആരുമല്ല. ഞാൻ എന്റെ സട്ടാവായ പടച്ചവന്റെ പാവപ്പെട്ട അടിമയാണ്. ആ അടിമയായ എനിക്ക് എന്റെ റബ്ബിന്റെ കാരുണ്യം കിട്ടിയാലല്ലാതെ രക്ഷയില്ല. ആ റബ്ബിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? നബിയൂനൽ ആമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ ആവശ്യമുള്ളതെല്ലാം എന്നെ പഠിപ്പിച്ച ഒരു നേതാവുണ്ട്. ആവശ്യമില്ലാത്ത പാടില്ലാത്തതൊക്കെ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു തന്ന ഒരു നേതാവുണ്ട്. ആ നേതാവാണ് സയ്യിദുൽ അനാം, സയ്യിദുൽ ഖലായിഖ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, ശഫീഉൽ മുദ്നിബീൻ, قائد الغر المحجلين، محمد رسول الله صلى الله عليه وسلم. ആ റസൂലുള്ള കൽപ്പിച്ചതെടുക്കുന്നവനാകണം ഞാൻ, അവിടുന്ന് വിരോധിച്ചതൊഴിക്കുന്നവനാകണം ഞാൻ. അങ്ങനെ ഞാൻ തഖ്വയോടുകൂടെ ജീവിച്ചവനാണോ എങ്കിൽ ഞാനൊന്നും ഭയപ്പെടേണ്ടതില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, തെറ്റ് ചെയ്യാത്തവനെ റബ്ബ് ശിക്ഷിക്കൂല. ആ റബ്ബിന്റെ കൽപ്പന പഠിപ്പിച്ചു തന്ന എന്റെ നേതാവിനെ അനുസരിച്ച് ജീവിക്കണം. അപ്പൊ കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. എനിക്ക് റബ്ബ് തന്ന സമ്പത്ത് പരീക്ഷണമാണ്. ആ സമ്പത്തിൽ കഴിവിന്റെ പരമാവധി നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കണം. എനിക്ക് തന്ന ഈ ശരീരം പരീക്ഷണമാണ്. ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട നിസ്കാരം സമയം തെറ്റാതെ കൃത്യമായി നിസ്കരിച്ചു കൊള്ളണം.
ഒരു സുബഹിയും ഒരു നിസ്കാരവും ഖദാക്കിക്കൂടാ. എന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കടപ്പാട് നിർവഹിക്കണം, ധനം കൊണ്ട് ചെയ്യേണ്ട കടപ്പാട് നിർവഹിക്കണം. എനിക്ക് അല്ലാഹു നിർബന്ധമാക്കിയ അമലുകളെല്ലാം ഞാൻ ചെയ്യണം. അവൻ വിരോധിച്ച കള്ളു കുടിക്കണ്ട, കാരണം പറയണ്ട. അത് മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന വസ്തുവാണ്. അത് കടുത്ത നജസാണ്. കാഷ്ടത്തെക്കാൾ ഗൗരവമുള്ള നജസാണ്, മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസാണ്, ഛർദിച്ചതിനേക്കാൾ ഗൗരവമുള്ള നജസാണ്. ഈ വിസ്കിയും ബ്രാൻഡിയും കള്ളും ചാരായവും എല്ലാ ലഹരി പാനീയങ്ങളും അത് മൂത്രത്തെക്കാൾ കടുപ്പമുള്ള നജസാണ്. മൂത്രിച്ചാൽ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റും. അതിന്റെ നിബന്ധനകളൊക്കെ ഒരൊട്ടി കള്ള്, ഒരൊട്ടി വിസ്കി കുപ്പായത്തിലോ ശരീരത്തിലോ ഊറ്റിപ്പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കരിക്കാൻ പറ്റൂല. വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാലും നിസ്കരിക്കാൻ പറ്റും. അത്ര കടുപ്പുള്ള നജസാണ്. ആ നജസ് കുടിക്കാൻ പാടില്ല, ബഡ്ഡി വാങ്ങാൻ പാടില്ല, മറ്റൊരുത്തന്റെ ഒരു നാകാശ് പോലും അവന്റെ പൊരുത്തമില്ലാതെ സമ്പാദിക്കാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, എന്റെ ശരീരത്തെ കുറിച്ച് ചോദ്യമുണ്ട്, എന്റെ അവയവങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്, എന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെ പടച്ചവന്റെ കോടതിയിൽ കാല് നീങ്ങൂല. ആയുസ് ഏത് വിഷയത്തിലാണ് നീ നശിപ്പിച്ചത്? നിന്റെ ആയുസ് കാലത്ത് നീ എന്തൊക്കെയാ ചെയ്തത്? അതിന് മറുപടി പറയണം. നിന്റെ യുവത്വകാലം, നിന്റെ ആരോഗ്യമുള്ള കാലം, അത് നീ എങ്ങനെയാണ് ദ്രവിപ്പിച്ചത്, നശിപ്പിച്ചത്? നിനക്ക് കാലിന്റെ മുട്ടിന് വേദനയില്ല, നിനക്ക് ഹാർട്ടിന്റെ അസുഖം ഇല്ല, ക്ഷീണമില്ല. അന്ന് നീ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചു കൂടായിരുന്നോ? ഫർളും സുന്നത്തും എടുത്തുകൂടായിരുന്നോ? പ്രായമുള്ള പലരും നടന്ന് പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, നിനക്കൊന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് ഓരോ ചവിട്ടടി എടുത്തു വെച്ചൊന്ന് നടന്നു പോയി കൂടായിരുന്നോ? അത് റബ്ബിന്റെ വീടല്ലയോ? ആ വീട്ടിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിയും സ്വർഗത്തിലേക്കുള്ള വഴിയല്ലയോ? നിന്റെ ദോഷം പൊറുക്കാൻ കാരണമല്ലയോ? ജമാഅത്തിന് പള്ളിയിലൊന്ന് പോയിക്കൂടെ ചെറുപ്പക്കാരാ? നീ അനാവശ്യങ്ങളിൽ കടക്കുന്നതിന് പകരം നിനക്ക് ആലിമീങ്ങളെ ക്ലാസ് കേട്ടുകൂടായിരുന്നോ? ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ഖുർആൻ ഒന്ന് ഓതിക്കൂടായിരുന്നോ? നിനക്ക് ദിക്റുകളും ഔറാദുകളും സലാത്തുകളും നടക്കുമ്പോ അതിലൊന്ന് പങ്കെടുത്തുകൂടായിരുന്നോ? നിനക്ക് അല്ലാഹു ഉണ്ടെന്ന വിശ്വാസമുണ്ടല്ലോ, നിനക്ക് ആ അല്ലാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കണമെന്ന ബോധത്തോടെ നിന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി നീ അധ്വാനിച്ചിട്ടുണ്ടോ? എങ്കിൽ അല്ല പറഞ്ഞില്ലേ, ദുനിയാവിലുള്ള മുഴുവൻ ആഡംബരത്തേക്കാൾ വളരെ ഖൈറായതാണ് സ്വർഗം. അവിടെയുള്ള ജീവിതം അത് 60 കൊല്ലമല്ല, 100 കൊല്ലമല്ല, 100,000 കൊല്ലമല്ല, 100 കോടി വർഷമല്ല. തീരാത്ത കാലം സന്തോഷം മാത്രം. കൊറോണ ഭയപ്പെടേണ്ടതില്ല, ജലദോഷമില്ല, കൊരയില്ല. അവിടെ കൂർക്കം വലിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവും ഇല്ല, ഭാര്യയും ഇല്ല. അവിടെ സൗന്ദര്യമില്ലാത്ത ആരുമില്ല, യുവത്വം നഷ്ടപ്പെടുന്നില്ല. സന്തോഷം തന്നെ. ആ സന്തോഷം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ജീവിതം നയിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട
യുവാക്കളോടും മുഅ്മിനീകൾ മുഅ്മിനാത്തുകളോടും ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു മുതഅല്ലിം സഹൽ എന്നാണ് പേര്. ആ സഹൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളെ ദർസിൽ ഇനി പഠിക്കൂല, ഞാൻ രാജിവെച്ച് പോവുകയാണ്. ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? പ്രശ്നം നിങ്ങളെ വീട്ടിന്റെ മേൽഭാഗത്ത് മച്ചിന്റെ മേലെ ടെറസിന്റെ മേലെ കയറിയിട്ട് സുന്ദരികളായ ചില പെൺകുട്ടികൾ ഞാനിങ്ങനെ വരുമ്പോ എന്നെ വിളിക്കുകയാണ്, സഹിലേ സഹിലേ എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലുള്ള പെൺകുട്ടികളെ വേണ്ടതുപോലെ പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ ദർസിൽ ഞാൻ ഓതി പഠിക്കുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഉടനെ പറഞ്ഞു, ഓ മക്കളെ, എന്റെ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടിയുമില്ല. സഹിലിനെ വിളിച്ചത് എന്റെ വീട്ടിലെ പെൺകുട്ടികളല്ല. നിങ്ങൾ ആരും സ്ഥലം വിടല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് സഹിൽ മരിച്ചു പോകും. സഹിലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്ന ഹൂറുല്ലീങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന സുന്ദരികളായ സ്ത്രീകളെയാണ് സഹിൽ കണ്ടത്. കുറഞ്ഞ സമയം കൊണ്ട് സഹിൽ മരിക്കും. സുബ്ഹാനല്ലാഹ്, മഹാനവർകൾ പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് സഹിൽ മരണപ്പെടുകയാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് നിസ്കരിച്ച് മറമാടുകയാണ്. ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഒരു കുറഞ്ഞ കാലമേ നമുക്ക് ഈ ഭൂമി ലോകത്ത് ജീവിതം ഉള്ളൂ. അവസാനിക്കാത്ത ജീവിതമാണ് പാരത്രിക ലോകത്തെ ജീവിതം. അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറയട്ടെ, ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് വേറെ പറയാൻ അർഹനല്ല, ഞാൻ ഒന്നിനും അർഹനല്ല. ഈ സാധുവായ എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ മാപ്പ് നൽകി. ഈ സാധുവിന് റബ്ബ് സ്വർഗം തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്നും മറ്റ് ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യജമാനനായ റബ്ബിന്റെ ഫള് കൊണ്ടല്ലാതെ, ഔദാര്യം കൊണ്ടല്ലാതെ, ഞാനൊരു മുസ്ലിയാരാണെന്ന് പറഞ്ഞിട്ടോ വിചാരിച്ചിട്ടോ, ഞാനൊരു നല്ലവനാണെന്ന് വിചാരിച്ചിട്ടോ, ഞാനൊരു വലിയ ആളാണെന്ന് നടിച്ചിട്ടോ ഒരു കാര്യവും കിട്ടാനില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആത്മീയമായ ചൈതന്യമുള്ള, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അനാവശ്യ ചിന്തകളില്ലാത്ത, റിയാഇന്റെ രോഗം വരാത്ത, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീകളിൽ, മുത്തഖീകളിൽ, ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും നമ്മെ സ്നേഹിച്ച, സഹായിച്ച, സഹകരിച്ച, നമ്മെ ആദരിച്ച, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ച എല്ലാവരെയും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീകളിൽ പെടുത്തട്ടെ. നമ്മുടെ ഈ മജ്ലിസും അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.